ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല രാത്രിക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. ദി സൗത്ത് ഇന്ത്യ അപ്പോസ്തോലിക ചർച്ച് സഭയുടെ 71ാമത് കല്ലിയൂർ ജനറൽ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു വരുവാൻ എനിക്ക് ലഭിച്ച ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായി വളരെ സുദീർഘമായ സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ജെ അഗസ്റ്റിൻ അവറുകൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബഹുമാന്യ പാസ്റ്റർ CK നെഹമ്യ, ഈ രാത്രി യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പാസ്റ്റർ ജയൻ ലോപ്പസ്, എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ജോയിക്കുട്ടി പാസ്റ്റർ, വേദിയിൽ ഉപസ്ഥാരിക്കുന്ന വളരെ ശ്രേഷ്ഠന്മാരായ അനുഗ്രഹീത കർത്തൃദാസന്മാർ, വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘം, ദൈവവചന കേൾവിക്ക് വേണ്ടി വളരെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ഈ സംസ്ഥാന കൺവെൻഷൻ്റെ 3ാമത്തെ രാത്രിയിൽ വന്നെത്തിയിരിക്കുന്ന ആദരണീയരായ എല്ലാ മാതാപിതാക്കൾ, സഹോദരീ സഹോദരന്മാർ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, കത്തുദാസിമാർ, ലൈവിൽ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ്. കഴിഞ്ഞ 71 വർഷങ്ങൾക്ക് പുറകിൽ നിത്യതയിൽ വിശ്രമിക്കുന്ന ദൈവദാസൻ്റെ ഉള്ളത്തിൽ ദൈവം കൊടുത്ത ദർശനം, ആ വലിയ നിയോഗം ഈ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകൾ ഈ മഹത്തായ പ്രസ്ഥാനം ഇത്ര നന്നായി പോകുന്നതിൻ്റെ പുറകിലുണ്ടല്ലോ. താൻ ഏൽപ്പിച്ച, താൻ തെളിയിച്ച ആ ദീപം അണയാതെ സൂക്ഷിക്കുന്ന എല്ലാ കർത്തൃദാസിമാർക്കും ഞാൻ പ്രത്യേകം വന്ദനം പറയുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടും ഏറിയ പ്രത്യാശയോടും നമുക്കിന്ന് രാത്രി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ രാത്രി നമ്മുടെ നടുവിലുണ്ട്. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നുണ്ട്? മഹാരാജാവ് എഴുന്നള്ളി വന്നിരിക്കുമ്പോൾ ആ മാന്യതയെ വേണം ദൈവത്തിന് സ്തുതിക്കാനായി. അതുകൊണ്ട് കരമുയർത്തി നല്ല ഒരു ഹല്ലേലൂയ കർത്താവിന് പറഞ്ഞു. നിങ്ങളുടെ അഭിശുദ്ധ കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞൊരു നിമിഷം ദൈവത്തെ പരമാർത്ഥതയോടെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കുവാൻ. ഹല്ലേലൂയ. ഏറെ ശ്രദ്ധേയമായ ദൈവവചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ഹൃദയവും മനസ്സും ഒരുപോലെ പതിയപ്പെടുവാൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദൈവം കാണുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. ഞാൻ പറയുന്നത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം. നമ്മൾ വന്നേക്കുന്നത് കൺവെൻഷൻ പന്തലിലാണെങ്കിൽ എല്ലാവരെയും ദൈവം കാണുന്നില്ല. ദൈവത്തിൻ്റെ കണ്ണ് ചെറുതല്ല, അഗ്നിജാലയ്ക്കൊത്ത കണ്ണാണ്. പക്ഷേ യോഗത്തിന് വരുമ്പം ദൈവം ഒരു കൂട്ടരെ മാത്രമേ കാണുന്നുള്ളൂ. തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്കു വേണ്ടി ദൈവം തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് അവൻ്റെ കണ്ണ് ഭൂമിയിൽ ഇങ്ങനെ ഊടാടുക. ഇവിടെ വന്ന് മൊബൈലിൽ കളിക്കുന്നവരെയോ പിള്ളേരെ കളിപ്പിക്കുന്നവരെയോ കൊച്ചുങ്ങൾക്ക് മുട്ടായി കൊടുക്കുന്നവരെയോ ഒന്നും കർത്താവ് ശ്രദ്ധിക്കണമെന്നില്ല. എന്നാൽ ഇന്ന് രാത്രി വന്നിട്ട് കർത്താവേ അങ്ങ് എന്നോട് സംസാരിക്കണം, എൻ്റെ പ്രശ്നങ്ങൾക്ക് ഇന്ന് രാത്രി ഒരു ശാശ്വത പരിഹാരം തരാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാഗ്രത ഇരിക്കുന്ന എല്ലാവരെയും ദൈവം കാണുന്നുണ്ട്. നിൻ്റെ മേൽ അവൻ്റെ ദൃഷ്ടി പതിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമാണ്,
സന്തോഷമുള്ളവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഇന്ന് രാത്രി എല്ലാവരുടെ മേലും അവൻ്റെ കണ്ണ് പതിയുവാൻ ഇടയായിത്തീരട്ടെ. നമുക്ക് രാത്രി ചിന്തയ്ക്ക് ആധാരമായി വളരെ ശ്രദ്ധേയമായൊരു വേദഭാഗം, ധന്യനായ വൈദ്യനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. ലൂക്കോസ് 18:18. ഒരു പ്രമാണി യേശുവിനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ആ വാക്യം നിങ്ങളെല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്രസക്തമായ ഒരു ചോദ്യം. ഞാൻ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അങ്ങ് മലയോര ജില്ലയായ പത്തനംതിട്ട ജില്ലയുടെ മലയോര ഗ്രാമമായ ബെച്ചൂച്ചർ എന്നൊരു കൊച്ചു ഗ്രാമത്തിലെ ഒരു സാധാരണക്കാരനായ കൃഷിക്കാരൻ്റെ 7 മക്കൾ ഒരു ഇളയ മകനാണ്. യോഗ്യതയുണ്ടായിട്ട് ഈ പുസ്തകം കൈ തന്നതല്ല. ഒരു യോഗ്യതയില്ലാതിരിക്കുമ്പോൾ നിർബന്ധിച്ച് പിടിച്ചേൽപ്പിച്ചതാണ്. എന്നാൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകൾ ഈ പുസ്തകം താഴെ വെക്കാതെ ചുമക്കാനും ഇതുകൊണ്ട് ഓടാനും കർത്താവ് കൃപ തന്നു. ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിൻ്റെ കയ്യിൽ ഒരു പച്ചെങ്കിൽ ഈ പുസ്തകം തരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ദൈവ സന്നിധിയിലായിരിക്കാനായിട്ട് ഓർപ്പിക്കുന്നു. നമ്മൾ വായിച്ച വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഒരു പ്രമാണി അവനോട് നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമ്മളെല്ലാം താൽക്കാലികരാണ്, ക്ഷണികരാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, യോഗത്തിൻ്റെ അകത്ത് ഒരു ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കസാറയിൽ മരിച്ചിരുന്നു. ചലനമറ്റിരിക്കുന്ന കണ്ടിച്ച് നോക്കുമ്പോൾ മരിച്ചിരിക്കുക. എത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നല്ല കാശുള്ള മനുഷ്യൻ, നമ്മുടെ കൂട്ടൊന്നുമല്ല, നല്ല കാശുള്ള മനുഷ്യൻ. അപ്പോൾ തന്നെ അവൻ നാട്ടിലെ നല്ലൊരു പ്രമാണിയാണ്. ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ട ആളിനോട് വന്ന് ചോദിച്ചു, എനിക്ക് കാശുണ്ട്, കാറുണ്ട്, വീടുണ്ട്, തോട്ടമുണ്ട്, പക്ഷെങ്കിൽ വാസ്തവമായിട്ട് അതിനപ്പുറത്തുള്ള നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി എത്ര പേരുടെ ഉള്ളത്തിൽ ആഗ്രഹമുണ്ട് ഈ താൽക്കാലിക ജീവിതത്തിനപ്പുറത്ത് എനിക്കൊരു നിത്യജീവൻ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ആ കൈ ഉയർത്തി ദൈവത്തെ നന്നായിട്ടൊന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ദൈവത്തിൽ നന്ദിയോടെ സ്തോത്രം. ഈ മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ്, നല്ല ഗുരു, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? നല്ല ചോദ്യമാണ്. പ്രൈസ് ദി ലോർഡ്. സൗഖ്യമാകാനല്ല അവൻ വന്നത്, കടഭാരം മാറാനല്ല അവൻ വന്നത്, മറ്റെന്തെങ്കിലും ഒരു സഹായത്തിനല്ല അവൻ വന്നേക്കുന്നത്. അവന് വേണ്ടിയത് നിത്യജീവനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ 71ാമത് ജനറൽ കൺവെൻഷൻ്റെ ആത്യന്തിക ലക്ഷ്യം നിത്യജീവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കും. ആർക്കാണ് നിത്യജീവൻ തരാൻ കഴിയുന്നത്? എങ്ങനെയാണ് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുന്നത്? ഒരുവൻ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ അവൻ എന്തെല്ലാം ചെയ്യണം എന്നൊക്കെ പുസ്തകത്തിലെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം, പുസ്തകം വിട്ട് പുറത്തു പോകാതെ പുസ്തകത്തിനകത്ത് ഒന്നുകൊണ്ട് ചില വാക്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അത്ഭുതം ഇന്ന് രാത്രി ഇവിടെ നടക്കും. അത് ചെയ്യാൻ ഞാൻ ആരുമല്ല, പക്ഷേ ചെയ്യുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. നീ ശ്രദ്ധിച്ചിരുന്ന നിൻ്റെ അടുക്കൽ അവനുണ്ട്. അവൻ്റെ ആ മുറിവേറ്റ കരം നിന്നെ സ്പർശിക്കണം. ആ ആത്മാവിൻ്റെ ശക്തി നിൻ്റെ മേൽ ഇറങ്ങണം. ദൈവകരത്തിൻ്റെ മഹത്വം നീ ഈ രാത്രി അനുഭവിച്ചറിയണം. നാളുകളായി നിന്നെ അലട്ടുന്ന, നിന്നെ ഞെരുക്കുന്ന,
നിന്നെ ദണ്ണിപ്പിക്കുന്ന, മുൻപോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ നിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അതിര് കെട്ടി വച്ചിരിക്കുന്ന എല്ലാ പൈശാചിക മേഖലകളുടെ മേൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ജയം നിന്നിൽ വെളിപ്പെട്ട് വരുവാൻ വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുക്രിസ്തു നമുക്ക് നൽകിയ വാഗ്ദത്തം എന്താണ്? പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം. ഇതാകുന്നു യേശുക്രിസ്തു നമുക്ക് തന്ന വാഗ്ദത്തം. നിത്യജീവൻ തന്നെ. നിത്യജീവൻ തന്നെ. നല്ല ഒരു ഹല്ലേലൂയ പറയണം. പിതാവായ ദൈവം നമുക്ക് തന്ന വാഗ്ദത്തമാണ് ഇമ്മാനുവേൽ. അതിവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, എബനെസർ ഹാള്. എന്താ അർത്ഥം? ദൈവം 71 വർഷം നമ്മളെ നടത്തി. ഇത്രത്തോളം അവൻ നമ്മെ നടത്തി. ആ നടത്തിയ ദൈവത്തിൻ്റെ പേര് യെശയ്യാവ് പറഞ്ഞു, സ്ത്രീയുടെ സന്തതിയായി. പ്രൈസ് ദി ലോർഡ്. ഒരുവനെ പിതാവായ ദൈവം നമുക്ക് അയക്കും. അവൻ്റെ പേരിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ കൂടെ, ദൈവം നമ്മുടെ കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അപ്പൊ പിതാവ് നൽകിയ മനുഷ്യന്റെ ഏറ്റവും വലിയ വാഗ്ദത്തമാണ് യേശുക്രിസ്തു. വീടോ പെരയോ കടയോ ജോലിയോ കാറോ വണ്ടിയോ ജോലി ഒന്നുമല്ല ദൈവമക്കളെ. ദൈവം നൽകിയ ഏറ്റവും വലിയ വാഗ്ദത്തം യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു നമുക്ക് നൽകിയ വാഗ്ദത്തം നിത്യജീവനാണ്. ഇവിടെ നമുക്കൊരു പ്രതിയോഗിയുണ്ട്. അവൻ്റെ പേര് കള്ളനെന്ന ഒരു സ്തോത്രം പറയണം. ഹല്ലേലൂയ. അവൻ പോഷ്ക് പറയുന്നവനും പറയുന്നവൻ്റെ അപ്പനുമാ. ആ കള്ളൻ ഇവിടെ വന്നേക്കുന്നത് 3 കാര്യങ്ങൾക്ക്. 1 അറക്കുവാൻ, 2 മുടിക്കുവാൻ, 3 മോഷ്ടിക്കുവാൻ. 3 കാര്യങ്ങൾക്കായിട്ട് അവൻ ഈ രാത്രിയിലും ഇങ്ങനെ പരക്കം പായുമ്പോൾ നമുക്കൊരുവൻ വന്നിട്ടുണ്ട്. നിനക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും. വിശ്വസിക്കുന്നവരെ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാവുള്ളൂ. നിനക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിശാച് ആദ്യം ചെയ്ത പരിപാടി നമ്മുടെ ജീവൻ അവൻ കവർന്നെന്നുള്ളതാണ്. നിങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് വരണം. സ്തോത്രം. ദൈവം പറഞ്ഞു, ആദമേ സൂക്ഷിച്ചോണം. അവൻ ചോദിച്ചു, എന്ത് സൂക്ഷിക്കണം? നിന്നെ കൊണ്ടാക്കി തോട്ടം സൂക്ഷിച്ചോണം. സ്തോത്രം. അവൻ അതിന് നമ്മളിപ്പോൾ കേൾവിക്കാരെ പോലിരിക്കുന്ന പോലെ വലിയ വില കൽപ്പിച്ചില്ല. ഇങ്ങനെ 2 ദിവസമായിട്ട് പാസ്റ്റർമാർ പറയാം, അതിനടുത്ത് 7 ദിവസം പാസ്റ്റർമാർ പറയാൻ അത് വലിയ കാര്യമില്ലെന്ന് വിചാരിച്ച് ആദമും വലിയ ശ്രദ്ധ കൊടുത്തില്ല. സ്തോത്രം. അവൻ സൂക്ഷിക്കാഞ്ഞതുകൊണ്ട് സംഭവിച്ചത്, ആ തോട്ടത്തിൻ്റെ ഏതോ ചെറിയ ഒരു പഴുതി കൂടെ ഇവൻ നുഴഞ്ഞു കയറി. സ്തോത്രം. സംഭവം പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് മനുഷ്യൻ വിധേയപ്പെട്ടു. ഒരു ചെറിയ സൂക്ഷ്മക്കേട് കൊണ്ടുവന്ന വലിയ പ്രശ്നം അവനിലെ നിത്യജീവൻ പോയി. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. പഴം തിന്നതോ തുണി പോയതോ മരത്തിന് മറിഞ്ഞോ ഒന്നും അല്ല ദൈവമക്കളെ പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വലിയ പ്രശ്നമായിട്ട് വെച്ചേക്കുന്ന പഴം തിന്നതും തുണി പോയതും മരത്തിന് മറഞ്ഞതും അലിയ വട്ടയില കൊണ്ട് ഉടുപ്പുണ്ടാക്കിയതൊക്കെയാ. അതൊന്നും അല്ല പ്രശ്നം. പ്രശ്നം തന്ത്രശാലിയായ അവൻ ഉപായത്തിനകത്ത് കയറിയിട്ട് നമ്മുടെ നിത്യജീവൻ കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്.
തിരിച്ചു തരാൻ ഉലകത്തിൽ ആരെ കൊണ്ട് കഴിഞ്ഞില്ല. കാളകളെ കൂട്ടമായിട്ട് അറുത്ത് ചോരയൊഴുക്കി, ആടുകളെ കൂട്ടമായിട്ട് അറുത്ത് ചോരയൊഴുക്കി, പക്ഷെ നിത്യജീവൻ തിരിച്ചു തരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ജീവൻ തരാൻ വേണ്ടി ഒരുത്തൻ വന്നു. ഇന്ന് രാത്രിയിലെ യേശു വന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് ഒരു 12 കൊട്ട ഉപദേശികാരുടെ മിച്ചം കൊടുത്തിട്ട് വഴിയിറമ്പി തട്ടുകട നടത്താനല്ല. പ്രൈസ് ദി ലോർഡ്. യേശു വന്നേ കുളക്കരെ 38 വർഷമായി കിടക്കുന്നവനെ സൗഖ്യമാക്കി വീട്ടിൽ വിട്ടിട്ട് INTUCയുടെ നേതാവാക്കാനല്ല. യേശു വന്നേ 10 കുഷ്ഠരോഗിയെ ഒന്നിച്ച് സൗഖ്യമാക്കിയിട്ട് ഒരു രോഗശാന്തി വിദഗ്ധനാന്ന് കേൾപ്പിക്കാനല്ല. അവരൊക്കെ വന്നപ്പോൾ അവർക്ക് വേണ്ടത് കൊടുത്തു വിട്ട് ഇന്ന് രാത്രി വന്നവന് വേണ്ടി തന്നു വിടും. നിനക്ക് സൗഖ്യം വേണമെങ്കിൽ ഈ രാത്രി തരും. വഴി തുറക്കണേ തുറക്കും. യേശു വന്നത് അതിനൊന്നുമല്ല. യേശു വന്നത് പിശാച് അപകരിച്ച ജീവൻ മടക്കി തരാനാ. വിശ്വസിക്കുന്നവനെ ആരാധിക്കാവൂ. നിന്നിൽ നിന്ന് അടർത്തിയെടുത്ത നിത്യജീവൻ മടക്കി തരാനാ എന്റെ യേശു ഉലകത്തിൽ വന്നത്. ഏറ്റെടുക്കുന്നവര് മാത്രം ഈ രാത്രിയിൽ. പ്രൈസ് ദി ലോർഡ്. അധ്യക്ഷൻ ഒരു കാര്യം പറഞ്ഞു. രാപകൽ ശ്രദ്ധിച്ചാരാധിച്ച് അവരാ വാഗ്ദത്തം എത്തിപ്പിടിച്ചു. എന്താ വാഗ്ദത്തം? മിന്നലും പുറകിലും പോയ 2 പേരുടെ തോളത്ത് കെട്ടിക്കൊണ്ട് പോയ കനാലിലെ മുന്തിരിക്കൊലയല്ല വാഗ്ദത്തം. പാലും തേനും ഒഴുകുന്ന കനാലല്ല വാഗ്ദത്തം. വാഗ്ദത്തം നിത്യജീവന. ഈ രാത്രി വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സഭയ്ക്ക് ദൈവം പ്രദാനം ചെയ്തത് നിത്യജീവന. നിത്യജീവന. ഈ രാത്രി ജീവൻ പ്രാപിച്ചു വളർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ നിനക്ക് വിരോധമായി നിൽക്കുന്ന പിശാച് നിന്നെ എടുത്തു മാറ്റിയത് ജീവനാണെങ്കിൽ യേശു വന്നത് നിനക്ക് സമൃദ്ധിയായ ജീവൻ തരാനോ. സഭയ്ക്കകത്ത് വന്നപ്പോൾ ലഭിച്ചത് ജീവനാ. പക്ഷെ കർത്താവിൻ്റെ ആത്മാവ് നോക്കിയപ്പോൾ പറയണം, ജീവൻ ഉണ്ടെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചിരിക്കുക. മരിച്ചിരിക്കുന്നവനെ കൊണ്ട് സ്തുതിച്ചാട്ടെ, അല്ലെങ്കിൽ പറഞ്ഞാട്ടെ, ശബ്ദം കുറഞ്ഞുകൊണ്ട് കൂട്ടി പറഞ്ഞാട്ടെ, ഓളിയും കൂട്ടിയിട് എന്നെല്ലാം പറയേണ്ട ഗതികേട് ഉപദേശിക്ക് വരുന്നത് ചത്തിരിക്കുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. പക്ഷെ ജീവനുള്ളവനെ സ്തുതിപ്പിക്കൊന്നും വേണ്ട. അവൻ ഇങ്ങനെ ജീവിച്ചിരിക്കല്ലേ, സ്തുതിച്ചിരിക്കല്ലേ. ചൈതന്യമുള്ളവന്റെ ആരാധന കേൾക്കുമ്പോ അറിയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ഉലകത്തിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? വായിച്ചേ. 1 യോഹന്നാൻ 1:2 വാക്യം. ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ആ ലൈൻ മാത്രം ഒന്നുകൂടെ വായിച്ചേ മോളെ. ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവൻ. സ്വത്രം പറയണം. യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ എഴുതുകയാണ്. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ അറിഞ്ഞു. അതാരെന്നറിയാമോ? പിതാവിനോട് കൂടെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ ജീവന്റെ വചനം തന്നെ. ഇന്നിനകത്ത് നിത്യജീവനകത്തുള്ളവൻ കയ്യിലിരിക്കുന്ന പുസ്തകം ജീവന്റെ വചനമാ. ഈ വചനം പറയുമ്പോൾ നിന്റെ പ്രാണന് വിരോധമായി ദുഷ്ടപിശാചു കെട്ടിയ സകല കെട്ടുകൾ ഈ രാത്രി അറുത്തു മാറിയിട്ട് നിന്റെ അകത്ത് ജീവന്റെ ശക്തി വ്യാപരിക്കണം. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോക്കി, യോഹന്നാൻ എഴുതിയേക്കുന്ന ആ പദങ്ങൾ ശ്രദ്ധിച്ച്, അത് തന്നെ പ്രസംഗിച്ചത് നമുക്ക് ഇന്ന് രാത്രി സമയം തികത്തില്ല. ആ പ്രിയ കത്തുദാസി മോളൊന്നുകൂടെ വായിക്കും. ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും. ഒന്ന് ശ്രദ്ധിക്കണേ, ഞങ്ങൾ കണ്ട കാര്യം ഞങ്ങൾ സാക്ഷീകരിക്കുകയാണ്. ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ പിതാവിനോട് കൂടെ ഇരുന്നു. സ്തോത്രം പറയണം. പിതാവിനോട് കൂടെ ഇരുന്നു ഞങ്ങൾക്ക് പ്രത്യക്ഷമായി. എന്ത്? നിത്യജീവൻ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിന് ഈ പുസ്തകം നൽകുന്ന ശരിയായ പേര് നിത്യജീവൻ. ഒരു പ്രമാണി 18-ാം അധ്യായത്തിൽ വന്നു, മറ്റൊരു പ്രമാണി 19-ാം അധ്യായത്തിലും വന്നു. 18-ാം അധ്യായത്തിൽ വന്ന പ്രമാണി ഇച്ചിരി കാശും പുത്തനും കയ്യിലുള്ളവനായതുകൊണ്ട് നേരെ യേശുവിൻ്റെ മുന്നേ വന്നു. എന്നിട്ട് യേശുവോട് പറഞ്ഞു, യേശുവേ, ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ നിത്യജീവൻ തരുമെങ്കിൽ മേടിക്കാൻ വന്നതാണ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് അവനെ പോലുള്ളവനായിരുന്നു മേടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം ഗതികേടായി പോയെന്നെ. പ്രൈസ് ദി ലോർഡ്. നല്ല സ്തോത്രം പറയണം. ഈ വന്ന പ്രമാണിയെ പോലെ ഇന്ത്യ 2-3 പേരേ ഉള്ളൂ. അംബാനിയോ അദാനിയോ മുകേഷോ 3-4 പേരൊക്കെ ഉള്ളൂ. പക്ഷെ അവർക്ക് മേടിക്കാൻ പറ്റുന്ന സാധനമല്ല. അല്ലെ, യേശു ഇവനെ മനസ്സിലാക്കി അളന്ന് തൂക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞെ, നിനക്കുള്ളത് വിറ്റേച്ചുവാ. അവൻ വളരെ ധനികനാകയാൽ ദുഃഖിച്ചു മടങ്ങിപ്പോയി. ഈ പുസ്തകത്തിന് അരിച്ചു പറക്കി വായിച്ചു. എൻ്റെ യേശുവിൻ്റെ അടുക്ക വന്നിട്ട് ദുഃഖിച്ചു പോയൊരൊറ്റ മുതലാളി ഇവനാ. ഈ 3-ാമത്തെ രാത്രി ഒരെണ്ണം ദുഃഖിച്ചു പോകല്ലേ. നിത്യജീവൻ പ്രാപിക്കാൻ വന്ന നീ നിത്യജീവന്റെ അടുക്ക വന്നിട്ട് ഈ രാത്രി തലയെ കുനിച്ചോണ്ട് പോകല്ലേ. ഈ മുതലാളി വന്നിട്ട് തല കുനിച്ചു പോയി. എന്നറിയാമോ? അവന് ജീവൻ വേണം താനും, കയ്യിലേത് വിടാൻ മനസ്സുമില്ല. ഇന്ന് രാത്രി രണ്ടും കൂടെ കിട്ടത്തില്ല കുഞ്ഞെ. അല്ലേലും ഇന്ന് രാത്രി നീ ജീവൻ പ്രാപിക്കണമെങ്കിൽ നീ ചിലത് വിട്ടേ മതിയാകത്തുള്ളൂ. സന്തോഷമുള്ളവർക്കായി ഞാൻ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയാ. ഇവൻ വളരെ ധനമുള്ളവനാകയാൽ ദുഃഖിച്ചവൻ പോയി. എന്നാൽ 19-ൽ ഒരു മുതലാളി, അവനും അത്യാവശ്യം ഭയങ്കര കാശുള്ളവനാണ്. അവനൊരു ടാക്സ് കളക്ടറാണ്. അവന് യേശുവിൻ്റെ അടുക്കൽ വരാൻ പ്രാഗൽഭ്യം അനുവദിക്കാത്തതുകൊണ്ട് നമ്മുടെ ഈ യോഗത്തിനൊക്കെ വരാൻ മനസ്സുള്ളവർ പലരും വന്ന് വണ്ടിക്കകത്തിരുന്നുകൊണ്ട് ചില്ല് പകുതി താത്തേച്ച് പ്രസംഗം കേൾക്കും. അവർ വന്നെന്നാരും അറിയുകയും ചെയ്യല്ലേ, പക്ഷെ പ്രസംഗം അവർക്ക് കേൾക്കുകയും ചെയ്യണം. നല്ല ബുദ്ധിയുള്ളവരാണ്. സ്തോത്രം. ഇന്ന് രാത്രി ആത്മാവ് അവനോട് ഇടപെടുവാണെങ്കിൽ അവൻ തീരുമാനിക്കും നാളെ അകത്ത് കയറി ഇരിക്കണം. പക്ഷെ നാട്ടുകാർ കണ്ടാൽ ഞങ്ങളെ ബന്ധുക്കോസിൽ ചേർന്ന് വല്ലതും പറയുമെന്ന് വിചാരിച്ച് അവർ നാളെ വന്നും വണ്ടിക്കകത്തിരുന്ന് കേൾക്കും. അങ്ങനെയൊക്കെ ഉള്ളതുപോലെ ഈ മനുഷ്യന് വണ്ടി ഇല്ലാഞ്ഞുകൊണ്ടൊരു മരത്തെ കയറിയിരുന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇവൻ മരത്തെ കയറിയിരുന്നപ്പോൾ യേശു കറക്റ്റ് ആ മരത്തിൻ്റെ ചുവട്ടിൻ്റെ പേര് സഹിതം വിളിച്ചു. എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, നിൻ്റെ വീട്ടിലിട്ട പേരും നാട്ടുകാരിട്ട പേരും സ്കൂളിലിട്ട പേരും എല്ലാം കർത്താവിനറിയാം. സ്തോത്രം പറഞ്ഞില്ല. പിന്നെ നിനക്കൊരു പുതിയ പേരിടണം, ഇട്ടിട്ടുവേ പോകത്തുള്ളൂ. നമ്മുടെ യാക്കോബിന് അമ്മയും അച്ഛനും കൂടി ഇട്ട പേരാണ് യാക്കോബ്. നാട്ടുകാരിട്ട പേരാണ് ഉബായി. ദൈവം തമ്പുരാൻ ഇട്ട പേരാണ് ഇസ്രായേൽ. യഹൂദന്മാർ വിളിച്ച പേരാണ് യസൂരൂൻ. ഒരാൾക്ക് തന്നെ എത്ര പേരാ? ഇവിടെ ഇരിക്കുന്ന പലർക്കും അതുപോലെ 3-4 പേരുണ്ട്, നമുക്കറിയത്തില്ലെന്നേ ഉള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേരെ. ഹല്ലേലൂയ എന്ന കറക്റ്റ് പേര് യേശു വിളിച്ചു. സക്കായിയേ, നീ ഇറങ്ങി വാ. നീ ഒന്ന് കാണാൻ കുറച്ചതല്ലേ ഉള്ളോ. നിന്നെപ്പോ ഒരു മുതലാളി വന്നും വെച്ച് ദുഃഖിച്ചു പോയേക്കുവാ. പക്ഷെ നിന്നെ ഞാൻ തേടി വന്നേക്കുവാ. അവൻ തേടി വന്നിട്ട് ദുഃഖിച്ചു പോയി, പക്ഷെ ഞാൻ നിന്നെ തേടി വന്നേക്കുക.
നീ ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിലോട്ട് വരികയാ. ഇന്ന് രാത്രി നീ വന്നത് ഒറ്റയ്ക്കായിരിക്കും, പക്ഷെങ്കിൽ മടങ്ങിപ്പോകുന്നത് നിന്റെ വലങ്കരത്തെ പിടിച്ചുകൊണ്ട് നിത്യജീവൻ കൂടെ വരാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. യേശു അവന്റെ കൂടെ പോകാൻ തയ്യാറായപ്പോൾ യേശു പറയാതെ അവനെല്ലാം വിട്ടു. മറ്റോട് വിടാൻ പറഞ്ഞിട്ടും വിട്ടില്ല. ഇവനോട് പറയാതെ ഇവൻ പറയാണ്, ഞാൻ എനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തേക്കും. ഇനി വഞ്ചിച്ചോ ചതിച്ചോ കൈക്കൂലി വാങ്ങിച്ചോ ഒക്കെ മേടിച്ചതെല്ലാം 4 ഇരട്ടി. ഇതൊന്നും യേശു അവനോട് പറഞ്ഞില്ല. സാന്നിധ്യം വെളിപ്പെട്ടാൽ നീ തന്നെ ശരിയാവും. സ്തോത്രം പറയണം. ഇന്ന് രാത്രി ഇരിക്കുന്നിടത്ത് അവന്റെ സാന്നിധ്യം വെളിപ്പെട്ടാൽ പാപം ആരും ഓർപ്പിക്കേണ്ട, പാപം വെളിപ്പെട്ട് വരും. എന്നിട്ട് പരിശുദ്ധനോട് നീ പാപം ഏറ്റുപറയും. പാപമെല്ലാം ഏറ്റുപറഞ്ഞപ്പോൾ യേശു അവന്റെ കൂടാരത്തിന്റെ പടി ചവിട്ടിയപ്പോൾ അവൻ യേശു പറയാണ്, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഒരു സ്തോത്രം പറഞ്ഞേ. എത്ര പേര് കൊതിക്കുന്നുണ്ട്, ഇന്നെങ്കിലും എൻ്റെ വീടിനൊരു രക്ഷ വേണം. പിതാക്കന്മാര് കാത്തിരുന്നു, പക്ഷെ പലരും കണ്ടില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ രക്ഷ നിന്നിൽ വന്നാൽ ഇന്ന് രാത്രി നിന്റെ സ്ഥിതി ദൈവം മാറ്റും. ഹല്ലേലൂയ. ദൈവത്തിന്റെ രക്ഷ ഒരുവന്റെ കൂടാരത്തിൽ വെളിപ്പെട്ടാൽ ദൈവം തൻ്റെ ജനത്തിന്റെ സ്ഥിതി മുഴുവൻ മാറ്റിയിട്ട് ഇസ്രായേലെ സന്തോഷിക്കുന്ന, യാക്കോബ് ആനന്ദിക്കുന്ന ഒരു ദൈവകൃപ ഇന്ന് രാത്രി നിന്റെ ഭവനത്തിലും വെളിപ്പെടുത്തുവാൻ യേശു മതിയായവനാണ്. പ്രിയമുള്ളവരെ, താൽക്കാലികമായി എന്തിനെങ്കിലും വേണ്ടിയല്ല ഞാനും നിങ്ങളും യേശുവിനെ അനുഗമിക്കുന്നത്. നമുക്ക് വേണ്ടിയത് ദൈവത്തിന്റെ വാഗ്ദത്തമായ നിത്യജീവന്. രോഗസൗഖ്യമാകാനോ, ജപ്തി നോട്ടീസ് ഒഴിവാകാനോ, കടം മാറാനോ, കൊച്ചിന് വിസ കിട്ടാനോ, കുഞ്ഞിന്റെ കല്യാണം നടക്കാനോ, കല്യാണം കഴിഞ്ഞ കൊച്ചിന് 15 വർഷമായി പിള്ളേരില്ലാത്തതുകൊണ്ട് പിള്ളേരെ കിട്ടാനോ അല്ല നീ യേശുവിനെ അനുഗമിക്കണ്ടേ. യേശുവിനെ അനുഗമിച്ച് ഇതെല്ലാം നടക്കും. പക്ഷെ യേശുവിനെ അനുഗമിക്കേണ്ടത് താൽക്കാലികമായൊരു വിടുതലല്ല, ലക്ഷ്യം മുഴുവൻ നിത്യജീവനായിരിക്കണം. ഓ, എത്ര പേർക്ക് ഇന്ന് രാത്രി ആഗ്രഹമുണ്ട്, കർത്താവേ ആ നിത്യജീവൻ എനിക്ക് ഉറപ്പാക്കണം. ഹല്ലേലൂയ. നിത്യജീവൻ പ്രാപിച്ചാൽ അവൻ്റെ മുഖത്ത് ഇന്ന് രാത്രി ഒരു വലിയ പ്രത്യാശ ഉണ്ടായിരിക്കും. ഞാൻ വേഗം മടങ്ങി വരട്ടെ. മക്കളെ വായിക്കണേ. ഈ വേദപുസ്തകത്തിലെ കീ വേർഡ് പുതിയ നിയമത്തിലെ താക്കോൽ വാക്യം യോഹന്നാൻ 3:16 എല്ലാവരും കാണാതറിയാം. ഒന്ന് വായിച്ചു വിട്ടേ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരു സ്തോത്രം പറഞ്ഞേ. എല്ലാവർക്കും അറിയാം വാക്യം. ഒന്ന് ശാന്തമായി പറഞ്ഞേ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. ബാക്കി എല്ലാവരും പറഞ്ഞേ. അത് ശരിക്കും പറയണം. അപ്പൊ പിശാചിന്റെ ലക്ഷ്യം നശിപ്പിക്കുക. മനസ്സിലാകുന്നുണ്ടോ? നിന്നെ നശിപ്പിക്കാനാ പിശാച് വരുന്നേ. പക്ഷെ പുത്രൻ വന്നത് നശിക്കാൻ വിധിക്കപ്പെട്ടവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഓ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ച സ്നേഹം. ഓ, ഹല്ലേലൂയ. അതുകൊണ്ടാ യോഹന്നാൻ കാൽവറിയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് തന്റെ കേൾവിക്കാരായ ശ്രോതാക്കൾ പറഞ്ഞു, കാൺമീൻ. ആ കൈ ക്രൂശിലേക്ക് നിൽക്കുകയാ. 2 കള്ളന്മാരുടെ നടുവിൽ 3 കാരിരുമ്പ് കാണികളെ തൂങ്ങി മുൾക്കിരീടധാരിയായി വിലാപ്പുറം കുത്തിക്കീറി രക്തമൊഴുകി. ഓ, ഹല്ലേലൂയ. 2 ദുഷ്പ്രവർത്തിക്കാരൻ നടുവിൽ കിടക്കുന്ന യേശുവിന്റെ നേരെ തന്നെ മാർവിടം ചാരി യോഹന്നാൻ വിരൽ ചൂണ്ടി പറയാണ്, കാൺമീൻ. കല്ലിയൂർക്കാർ, ദി സൗത്ത് ഇന്ത്യൻ ദൈവസഭക്കാർ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല?
ഈ രാത്രി സ്റ്റേജിൽ പ്രസംഗിക്കുന്ന PC ചെറിയാൻ, ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ നോക്കിക്കേ. പിതാവ് എത്ര വലിയ സ്നേഹമാ കാൽവറിയിൽ കാണിച്ചിരിക്കുന്നത്. ഈ രാത്രി കണ്ണു പതിയന്റെ പ്രസംഗകന്റെ മേലല്ല, നിനക്ക് നിത്യജീവൻ തരാൻ കാൽവറിയിൽ തകർത്തൊരുവനുണ്ട്. സാക്ഷാൽ ജീവൻ നായകനെ തകർത്തുകൊണ്ട് നാം ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട്, മരണത്തിനധീനപ്പെട്ട ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട്, മരണമില്ലാത്തവൻ നമ്മുടെ മരണം അവന്റെ മേൽ ഏറ്റെടുക്കേണ്ടതിന് അവനും നമ്മെ പോലെ മാംസരക്തങ്ങളോട് കൂടി ഒരു ശരീരം എടുത്തുകൊണ്ട് ഈ ലോകത്തിൽ പ്രത്യക്ഷനായത്. ഇവിടെ ചില കാറ്റ് ശാന്തമാക്കാനോ കടല് ശാന്തമാക്കാനോ കുറെ അപ്പം വാഴ്ത്തി തരാനോ അല്ല പ്രിയരേ. പിശാച് കവർന്നെടുത്ത നിത്യജീവൻ മടക്കി തരാന്. രക്ഷയിലേക്ക് വരുമ്പോൾ നിനക്ക് ലഭിക്കുന്നത് ഇന്നലകളിൽ പിശാച് അപകരിച്ച നിത്യജീവൻ മടക്കി തരുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ലോകം കണ്ട ഏറ്റവും ആദരണീയനായ ദൈവഭൃത്യൻ, വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു കഴിഞ്ഞ സഭയ്ക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന ശക്തനായ ദൈവദാസൻ, ധന്യനായ പൗലോസ്ലീഹ. ആ മനുഷ്യൻ എഴുതിയ പുസ്തകമാണ് നമ്മൾ പ്രസംഗിക്കുന്നേ. 14 ലേഖനങ്ങൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ചുരുങ്ങിയ 35 വർഷം കൊണ്ട് 40-ലധികം രാജ്യങ്ങളും 35-ലധികം ദ്വീപുകളും 3 സാമ്രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും സുവിശേഷീകരിച്ച ശക്തനായ മനുഷ്യൻ. പാരമ്പര്യം പറഞ്ഞ നമ്മളെക്കാളൊക്കെ ഭയങ്കര പാരമ്പര്യം. ഒറിജിനൽ ഇസ്രായേൽ ജാതിക്കാരൻ എന്ന് പറഞ്ഞാൽ സമ്മിശ്ര ജാതിയല്ല, ഒറിജിനൽ. കറക്റ്റ് 8-ാം ദിവസം തന്നെ പരിച്ഛേദനയേറ്റവൻ. പരീശന്മാരിൽ നിന്ന് ജനിച്ച പരീശൻ. ഗമാലിയലിന്റെ പാദപീഠ ന്യായപ്രമാണം പഠിച്ചവൻ. 12 ഗോത്രത്തിലെ ശ്രദ്ധേയമായ കടിച്ചു കീർന്ന ചെന്നായ എന്ന് വിളിക്കുന്ന ബെന്യാമീൻ ഗോത്രത്തിലെ ഗോത്രക്കാരൻ. 1-ലധികം മാസ്റ്റർ ഡിഗ്രി ഉള്ളവൻ. തലനാരിഴകീറി ന്യായപ്രമാണം പഠിച്ചവൻ. സഭയെ ഉപദ്രവിക്കാൻ അധികാരപത്രം കിട്ടിയവൻ. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. ഈ ഭൂമിയിൽ നിന്ന് ഡയറക്റ്റ് 3-ാം സ്വർഗം വരെ പോയിട്ട് വന്നവൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും ഉച്ചരിച്ചു കൂടാൻ കഴിയാത്ത സ്വർഗീയ ഭാഷ അവിടെ ചെന്ന് കേട്ടവൻ. സഭ എന്ന ക്രിസ്തുവിന്റെ ശരീരത്തെക്കുറിച്ചും ക്രിസ്തുവാകുന്ന തലയാകുന്ന മർമ്മത്തെക്കുറിച്ചും ഗ്രഹിച്ചവൻ. എനിക്കൊരു മർമ്മം വെളിവായി വരുന്നു എന്ന് പറഞ്ഞ് ആ മർമ്മം വെളിപ്പെടുത്തിയവൻ. തന്നെ നോക്കിയിട്ട് വിളിച്ച പേര് കേൾക്കണ്ടേ? അയ്യോ, ഞാനൊരു അരിഷ്ട മനുഷ്യൻ, ഞാനോ ജഡമയൻ. ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഓ, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും എന്നോട് കരുണ തോന്നി. ഹല്ലേലൂയ. യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം തന്നു. മരണത്തിനധീനപ്പെട്ട ഈ ശരീരത്തിന്മേൽ അവൻ നിത്യജീവൻ പകർന്നു. ഇന്ന് രാത്രി പ്രിയരെ, നമുക്ക് വേണ്ടത് താൽക്കാലികമായി ഇവിടുത്തെ ഒരു ചെറിയ സംവിധാനമല്ല. നമുക്ക് ലഭിക്കേണ്ടത് നിത്യജീവന. നിത്യജീവന. നമ്മുടെ കാഴ്ചപ്പാട് മുഴുവൻ ഇന്ന് രാത്രി നിത്യതയെ കുറിച്ചായി തീരുവാൻ. സമയം ഓടിപ്പോകുന്നത് കൊണ്ട് 1-2 വാക്യങ്ങൾ വായിക്കുന്നത്. എങ്ങനെ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും? ഒന്ന് നമ്മൾ വായിച്ചു, പുത്രനിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. അപ്പൊ ഒരുവന് നിത്യജീവൻ ലഭിക്കുന്ന ആദ്യം ചെയ്യേണ്ടത്, സാക്ഷാൽ നിത്യജീവൻ നൽകാൻ ഇവിടെ വന്ന
നമ്മുടെ മരണം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് മരിച്ചടക്കപ്പെട്ട് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി പ്രായശ്ചിത്ത മരണം വരിച്ച് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഏക ദൈവം. സ്വതന്ത്രം പറഞ്ഞല്ലേ. ഇവിടെ വന്ന് ഒത്തിരി മനുഷ്യര് ഇന്നലകളിൽ ദൈവങ്ങളായിട്ടുണ്ട്, നാട്ടുകാർ ദൈവങ്ങളാക്കിയിട്ടുണ്ട്. പക്ഷെ ഉലകത്തിൽ ദൈവം മനുഷ്യനായി വന്ന ഒരാളെ ഉള്ളൂ. ബാക്കിയെല്ലാം മനുഷ്യര് ദൈവമായതോ അല്ലെ മനുഷ്യരെ ദൈവങ്ങളാക്കിയവരോ ആണ്. പക്ഷെ ഇവിടെ വന്ന ഒരു ദൈവം മനുഷ്യനായി, അത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അവന് മാത്രമേ നിനക്ക് നിത്യജീവൻ തരാൻ കഴിയത്തുള്ളൂ. ഈ രാത്രി ആര് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമോ അവൻ ആദ്യം ലഭിക്കുന്നത് നിത്യമായ ജീവനാ. അത് പ്രാപിച്ചവരൊക്കെ ആ ജീവന്റെ ശക്തിയിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. നിനക്ക് ലഭിച്ചത് നിത്യജീവന്. 2 യോഹന്നാൻ 5:39. യോഹന്നാൻ 5:39. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. ഒരല്ലേലൂയ പറഞ്ഞേ. കയ്യിരിക്കുന്ന പുസ്തകം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ലജ്ജിക്കാതെ. എൻ്റെ കൂടെ പറമ്പ് ഇത് പ്ലാസ്റ്റിക് കൂടി പറഞ്ഞുകൊണ്ട് നടക്കേണ്ടതല്ല. ഹലോ, ഇത് ഒളിച്ചു വെക്കേണ്ടതല്ല. അതിനകത്ത് നിത്യജീവനുണ്ട്. നിങ്ങളെ വായിച്ച വാക്യം ശ്രദ്ധിച്ചോ? മോളെ ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. ഓ, നിന്റെ കയ്യിരിക്കുന്ന പുസ്തകത്തിനകത്ത് നിനക്ക് നിത്യജീവനുണ്ട്. ഹലോ, ഇത് പനി വരുന്നുണ്ടെ, കോവിഡ് വരുന്നുണ്ടെ തലമുണക്കീഴെ വെച്ച് വിറയിൽ മാറ്റാനുള്ള സാധനമല്ല. പിശാച് വരുമ്പോ പേടി മാറാൻ വേണ്ടി ഉമ്മാക്കി വരുന്ന ഉടനെ നിന്റെ കൈ വെച്ചിട്ട് 91 സങ്കീർത്തനം വായിക്കാനുള്ളതല്ല. ഇതിനകത്ത് നിത്യജീവൻ മറച്ചു വെച്ചിരിക്കുക. സ്തോത്രം എല്ലാരും പറഞ്ഞില്ല. നീ ഒന്ന് ഓർത്ത് സ്തുതിച്ചേ. കയ്യിൽ തന്നിരിക്കുക നിത്യജീവൻ. ഹല്ലേലൂയ. നീ ശോധന ചെയ്യുന്ന ഈ വചനത്തിനകത്ത് നീ പ്രാപിക്കാനുള്ള നിത്യജീവൻ വെച്ചിട്ടുണ്ട്. ഇത് കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ട് ശോധന ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു കറുത്ത പുസ്തകമല്ല കേട്ടോ. അതിനകത്ത് ഓരോ വചനത്തിനകത്ത് നിത്യജീവൻ ദൈവം തന്നിരിക്കുകയാ. അത് പ്രാപിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വായിച്ചേ മക്കളെ. 6:63 വായിച്ചേ. 6:63 യോഹന്നാൻ തന്നെ. മൈക്ക് ഓഫായി. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഒരല്ലേലൂയ പറയണം. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ഒന്ന്, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ പുത്രനെ വിശ്വസിക്കണം. 2, കയ്യിലിരിക്കുന്ന തിരുവെഴുത്ത് ശോധന ചെയ്യണം. അതിനകത്ത് നിത്യജീവനുണ്ട്. 3, ആത്മാവ് ജീവൻ നൽകുന്നു. യെഹെസ്കേൽ എന്ന ശക്തനായ പ്രവാചകനെ ദൈവം വിളിച്ചു, മനുഷ്യപുത്ര. അവൻ വിളി കേട്ടു. നീ എഴുന്നേറ്റേ. അവൻ എഴുന്നേറ്റു. നീ ആ താഴ്വരലോട്ട് ഇറങ്ങിച്ചെന്നേ. അവൻ ഇറങ്ങിച്ചെന്നു. കണ്ട കാഴ്ച വളരെ ശോചനീയം. 1000കണക്കിന് 10000കണക്കിന് ആളുകളുടെ അസ്ഥികൾ ഉണങ്ങി ബന്ധം വിട്ട് ചിതറിക്കിടക്കുകയാ. ഒരു ചലനമില്ല. പ്രവാചകനോട് ദൈവം ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഉണങ്ങി വരണ്ട് കിടക്കുന്ന, ബന്ധം വിച്ഛേദിച്ച് കിടക്കുന്ന അസ്ഥികളെ നോക്കി ആ മനുഷ്യൻ പറഞ്ഞു, കർത്താവേ, നീ അറിയുന്നു. ദൈവം പറഞ്ഞു, പേടിക്കരുത്. നീ ചിതറിക്കിടക്കുന്ന ഉണങ്ങിയ അസ്ഥികളെ ചുറ്റിയിട്ട് ചുറ്റി വചനം പറയാൻ പറഞ്ഞു. വചനം പറഞ്ഞപ്പോൾ ഉണങ്ങിക്കിടന്ന, ചിതറിക്കിടന്ന ആ അസ്ഥികൾ തമ്മിൽ യോജിക്കാൻ തുടങ്ങി. യോജിച്ച അസ്ഥികളോട് വചനം പറഞ്ഞപ്പോൾ മാംസം വരാൻ തുടങ്ങി. മാംസം വന്ന ആ ശരീരത്തോട് വചനം പറഞ്ഞപ്പോൾ ഞരമ്പുകൾ വരാൻ തുടങ്ങി. ഞരമ്പുകൾ വന്ന ആ ശരീരത്തോട് വചനം പറഞ്ഞപ്പോൾ ത്വക്ക് പൊതിയാൻ തുടങ്ങി. ത്വക്ക് പൊതിഞ്ഞ ശരീരത്തോട് വചനം പറഞ്ഞപ്പോൾ കണ്ണുണ്ടായി, ചെവിയുണ്ടായി, മൂക്കുണ്ടായി, വായുണ്ടായി, നാക്കുണ്ടായി, കാട്ടുണ്ടായി,
ഉണ്ടായി, ലിവർ ഉണ്ടായി, ലെഗ്സ് ഉണ്ടായി, പാങ്ക്രിയാസ് ഉണ്ടായി. നിങ്ങൾ സ്വത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇതെല്ലാം ചെയ്യാൻ വേണ്ടി യെഹെസ്കേൽ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്തില്ല. അവനാകെ ചെയ്ത് വചനം പറയുക, വചനം പറയുക. വചനം പറയുമ്പോൾ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുക. ഒരു സ്വത്രം പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഒരു ഷേപ്പ്ലെസ് ആയി കിടന്നതിന് വചനം കേട്ടപ്പോൾ ഒരു ഷേപ്പ് ഉണ്ടായി. ഷേപ്പ് ഉണ്ടായ നിഗതന്മാരുടെ മേൽ ആത്മാവിന്റെ കാറ്റടിച്ചപ്പോൾ ജീവൻ ഉണ്ടായെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് ജീവിപ്പിക്കുന്നത് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ദൈവ പൈതലേ, നിന്നെ കൃപയിലേക്ക് കൊണ്ടുവന്നത് ആത്മാവിന്റെ ജീവൻ പകരാനാ. ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കരുത്. ഈ രാത്രിയിൽ എന്തെല്ലാം പിശാച് നിന്ന് എടുത്തു മാറ്റിയോ അതെല്ലാം ഈ രാത്രി മടക്കി തരാൻ വചനത്തിന് കഴിയും. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് കാലയിലെ 2 ഞരമ്പിനായിരിക്കും പ്രശ്നം, അതുകൊണ്ട് വേരിക്കോസ് ആയിരിക്കും. നിനക്കൊരു കിഡ്നിക്കായിരിക്കും ട്രബിൾ, അതിന് ഡയാലിസിസ് ആയിരിക്കും. നിനക്ക് ഹാർട്ടിൻ്റെ ഒരു വാൽവ് 90, ഒരു വാൽവ് 80 ബ്ലോക്ക് ആയിരിക്കും, അതിനെ തുടർന്ന് ഒരു ഞരമ്പെടുത്ത് വെക്കും. ഹലോ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഒരിടത്ത് ഒരു ട്യൂമറായിരിക്കും, അത് നോക്കിയപ്പോൾ ക്യാൻസറാണ്, അതിന് കീമോ ചെയ്ത് കാണും. പക്ഷെ വചനത്തിന് ഒരു ഞരമ്പല്ല, ഞരമ്പുകൾ വെച്ചെന്നാ. ഉണങ്ങിക്കിടന്ന അസ്ഥികൾ ഞരമ്പുകൾ വന്നെന്ന. അങ്ങനെയാണ് ഇന്ന് രാത്രി രോഗം എന്തുമാകട്ടെ, വചനം നീ ഒന്ന് ഏറ്റെടുത്തേ. വചനം ഏറ്റെടുത്താൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കൊന്നും വേണ്ട, വചനം അതിന്റെ ക്രിയ ഈ രാത്രി ചെയ്യും. അഭിഷക്തന്മാർ വിശ്വസിക്കട്ടെ, ഇന്ന് രാത്രിയിൽ വചനം അതിന്റെ ക്രിയ ചെയ്യും. ബലഹീനമാക്കപ്പെട്ട എല്ലാ മേഖലകളിൽ യേശുവിന്റെ ശക്തി ഇന്ന് രാത്രി വചനത്തിലൂടെ വെളിപ്പെടുകയോ. ഹല്ലേലൂയ. ആത്മാവിന്റെ കാറ്റ് 4 ഭാഗത്തുനിന്നും അടിച്ചപ്പോൾ അവരെല്ലാം കൂടെ കുറെ അവശത വിശ്വാസിയായിട്ട് എഴുന്നേറ്റ് നിന്നല്ല. ഏതാ പാസ്റ്ററെ അവശത വിശ്വാസി? ഇപ്പോൾ ഇനിയും അടുത്ത സമയം നമ്മുടെ സഹോദരങ്ങൾക്ക് അത്യാവശ്യം സാക്ഷി പറയാനുള്ള സമയമാണ്. അപ്പോൾ ഒരു അവശത വിശ്വാസി എഴുന്നേറ്റിട്ട് പറയുന്നു, മൂക്കളെയൊക്കെ ചീറ്റി കണ്ണീരൊക്കെ തുടച്ച് കർത്താവിൻ്റെ ദാസനെ, ദൈവമക്കളെ, കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം കർത്താവ് വല്ലവനും നല്ലവനായിരുന്നു. നിങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച വീണില്ല, വീഴാൻ തക്കവണ്ണം ഇയ്യോബിനുണ്ടായതുപോലെ കഷ്ടതയുണ്ടായി. എന്തുവാ? ഭയങ്കര പനിയായിരുന്നു. ഇയ്യോബിൻ്റെ കഷ്ടതയാണ്. ഇവരുടെ ധാരണ പനി വന്നതാണ് ഇയ്യോബിൻ്റെ കഷ്ടത എന്നാണ്. മിണ്ടുന്നില്ല. നിങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് കൃപയാൽ കഴിഞ്ഞ ആഴ്ച വീണില്ല, അടുത്ത ആഴ്ച വീഴാതിരിക്കാൻ എല്ലാവരും എന്ത് ചെയ്തോണം പറ. അപ്പം നമ്മളിങ്ങനെ വലിയ മലബാർ കപ്പടത്താണ്ട് ഉദവ് കൊടുത്ത് ഈ പുള്ളിയെ നിർത്തിയൊക്കെ ഒരാഴ്ച മുഴുവൻ വീഴാതിരിക്കാൻ. കാരണം വീണില്ലല്ലേ അടുത്ത ആഴ്ച വരത്തുള്ളല്ലോ. ഹലോ, ആ ആത്മാവിൻ്റെ കാറ്റടിച്ചപ്പോൾ അങ്ങനെ അവശത വിശ്വാസി എഴുന്നേറ്റെന്നല്ല, സൈന്യം എഴുന്നേറ്റെന്ന്. സഭ ഒരു സൈന്യമാണ്. മനസ്സിലായില്ല? ഇന്ന് രാത്രിയിൽ നിന്റെ മുമ്പിലെ എരിഹോവിന്റെ കോട്ടയെ ഇടിക്കുന്ന സൈന്യമാ ദൈവത്തിന്റെ സഭയെന്ന് പറയുന്നത്. നിന്റെ മുമ്പിലെ യോർദാന്റെ മേലൊഴുക്കുന്ന സൈന്യമാ ദൈവത്തിന്റെ സഭയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ പട്ടണത്തെ പിടിച്ചെടുക്കുന്നത് ഈ രാത്രി ദൈവത്തിന്റെ സൈന്യം എന്ന് പറയുന്നത്. എരിഹോവിന്റെ ശത്രു സൈന്യത്തെ തരിപ്പണമാക്കുന്നത് ദൈവത്തിന്റെ സൈന്യം. ഈ കല്ലിയൂർ മേഖലയിൽ ദൈവസഭയ്ക്കെതിരെ വ്യാപരിക്കുന്ന പൈശാചിക കോട്ടകളെ ഇടിക്കാൻ കരുത്തുള്ള ഒരു സൈന്യമാ ദൈവത്തിന്റെ സഭ. ഏറ്റെടുക്കുന്നവർ ഇങ്ങനെ ആരാധിച്ചപ്പോൾ ഇന്ന് രാത്രി നിന്റെ അകത്തെ മനുഷ്യൻ ജീവൻ പ്രാപിച്ച് ഹല്ലേലൂയ. ഞാൻ 1984 രക്ഷിക്കപ്പെടുന്നത് ഒരു 10-13 സഹോദരിമാരും ഒരു കാലിന് ഷുഗർ വന്ന് വളരെ ക്ഷീണമായിരിക്കുന്ന ഒരു അപ്പച്ചനും ഒരു ബാങ്കിൻ്റെ മാനേജരായിരിക്കുന്ന ദൈവദാസനും മാത്രമുള്ള ചെറിയൊരു കൂട്ടായ്മ വെച്ചാണ് രക്ഷിക്കപ്പെടുന്നത്. ഒരു വീടിനകത്ത് വെച്ച്. എനിക്ക് ബന്ധുക്കോസിൽ പോകുന്നതോ ബന്ധുക്കോസുകാരുടെ യോഗത്തിൽ ഒന്നും ഇഷ്ടമില്ലാത്തൊരു കാര്യം നിർബന്ധിച്ച ഒരാളെന്നെ കൊണ്ടുവരാം.
ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ 14 പാവങ്ങൾ ഒരു പായ നിലത്തിരിക്കുക ഒരു മുറിക്കകത്ത്. പക്ഷെ ഇത്രയും പേര് ആരാധിച്ച ശബ്ദത്തെക്കാട്ടി ശബ്ദം അവരുടെ ആരാധന. 14 പേരേ ഉള്ളൂ. ആ ആരാധനയിൽ എൻ്റെ പാപിയായ മനുഷ്യൻ മരിച്ചു. ഒരു പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം കൂടെ ആരാധിച്ചിട്ടും അതിൻ്റെ 4 വരുന്നില്ല. കാരണം എന്നറിയോ? ഞാൻ പറയുന്നതുകൊണ്ട് കൈയടിക്കുന്നുള്ളൂ, ജീവനകത്തില്ല. ഉപദേശി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്? ഇന്ന് രാത്രി തിരിച്ചു പിടിക്കണം. പിശാച് കവർന്ന ആ ജീവൻ നീ തിരിച്ചു പിടിക്കണം. നിന്നിൽ തന്നെ നീ ഇന്ന് രാത്രി ഒരു ചൈതന്യമുള്ള വ്യക്തിയായി മാറണം. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. നിന്റെ ഉന്മേഷത്തെ കെടുത്തുന്ന, നിന്റെ ചൈതന്യത്തെ കെടുത്തുന്ന, നിന്റെ ആത്മവിശ്വാസത്തെ കെടുത്തുന്ന ആ വരന്റെ അനുഭവങ്ങളുടെ മേൽ ഇന്ന് രാത്രി ആത്മാവിന്റെ കരുത്തോടെ ഹല്ലേലൂയ. ഒരിക്കലൂടെ കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച്. അപ്പോൾ നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിത്യജീവനുണ്ട്. അപ്പൊ രാവിലെ എണ്ണിച്ച് ഈ 23-ാം സങ്കീർത്തനം 91-ാം സങ്കീർത്തനം തന്നെ വായിച്ചിട്ട് പിന്നെ ആരുടെയും പ്രയാസം ഉണ്ടെങ്കിൽ വീരാ നീ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കാതെ പുസ്തകം വായിക്കണം. ഹലോ, പുസ്തകം വായിക്കുമ്പോൾ എൻ്റെ അകത്ത് വരേണ്ട ഇന്ന് പകൽ എനിക്കൊരു നിത്യജീവൻ കിട്ടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? രാവിലെ എണ്ണിച്ച് വായിക്കുന്നത് നിത്യജീവൻ കിട്ടാനാണ്. വായന കഴിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ ഒരു പ്രത്യേക ഉന്മേഷമാണ്. രാവിലെ എഴുന്നേറ്റവും വാസുദി എഴുന്നേക്കാൻ വയ്യായിരുന്നു. പക്ഷെ ജീവന്റെ വചനം വായിച്ച് 2 സ്തോത്രം പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ നിത്യജീവനകത്ത് കയറി. ഒരല്ലലി പറഞ്ഞ് പകൽ അന്ത്യോളം കഷ്ടപ്പെട്ട് ഒത്തിരി നിന്ദകളും പ്രയാസങ്ങളും ഒറ്റപ്പെടുത്തലും അനുഭവിച്ച് വൈകിട്ട് പോയി നിരാശയോടെ ഒരു 2 മിനിറ്റ് പുസ്തകം വായിച്ച് ഒരു സ്തോത്രം പറഞ്ഞപ്പോൾ തിരിച്ച ജീവൻ കിട്ടി. ഇന്ന് രാത്രി നീ ആ തിരുവെഴുത്തിനെ ശോധന കഴിക്കണം. സന്തോഷമുള്ളവർ മാത്രം കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. തിരുവെഴുത്തുകൾക്കകത്തൊരു നിത്യജീവനുണ്ട്. വായിച്ചേ മക്കളെ, യോഹന്നാൻ 6:40 വായിച്ചേ. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം. ആ ദൈവത്തിന്റെ ഇഷ്ടം ഒന്ന് ശ്രദ്ധിക്കണേ. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണം എന്നാകുന്നു പിതാവിന്റെ ഇഷ്ടം. എല്ലാവരും ഇവിടെയാണോ? ദൈവത്തിന്റെ ഇഷ്ടം, പിതാവിന്റെ ഇഷ്ടം. എന്താ ദൈവത്തിന്റെ ഇഷ്ടം? എൻ്റെ പുത്രനെ നോക്കിക്കൊണ്ട് നോക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കും. ഓ, ഒരുത്തൻ ചാകാൻ സെക്കൻഡുകളേ ഉള്ളൂ. അടുത്ത ഏത് നിമിഷവും അവൻ മരിക്കും. തൊട്ടടുത്ത് കിടക്കുന്നവനും മരിക്കും. അവന് പറയാണ് നീ അങ്ങ് നിന്നെ രക്ഷിക്കുക, എന്നിട്ട് ഞങ്ങളെ കൂടെ അങ്ങ് രക്ഷിക്കുക എന്നും പറഞ്ഞ് ഒരുത്തൻ പഴിക്കുകയും ദൂഷിക്കുക. പക്ഷെ ഇത് ചെയ്യുമ്പോൾ മറ്റവൻ ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നോക്കി. പ്രൈസ് ദി ലോർഡ്. മരിക്കാൻ സെക്കൻഡുകൾ ബാക്കിയുള്ളപ്പോൾ, അധമ പാതാളത്തിലേക്ക് വീഴാൻ സെക്കൻഡുകൾ ബാക്കിയുള്ളപ്പോൾ ആ മനുഷ്യൻ നിത്യജീവന്റെ നാഥനിലേക്ക് ഒന്ന് നോക്കി. ഓ ഹല്ലേലൂയ. ഒറ്റ നോട്ടത്തിൽ അവൻ പറഞ്ഞു, ഓ നീ രാജാവാകും, നീ രാജാവാകും, നീ രാജാവാകുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർത്തോണം. ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്ഷണത്തിൽ യേശു പറയാണ്, നിന്റെ മരണം മാറിയടാ, നീ ഇന്ന് മുതൽ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. വിശ്വസിക്കുന്നവർ ഇതിനകത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. നോക്കിയാൽ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ ജീവൻ നിന്നിൽ വെളിപ്പെടുകയോ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ചെയ്ത അപരാധങ്ങൾക്ക് ന്യായമായ ശിക്ഷ കോടതി കൊടുത്ത് അവന്റെ മേലൊരു മേലെടുത്ത് ദുഷ്പ്രവർത്തിക്കാരൻ
മെറ്റോന്റെ മണ്ടയ്ക്ക് ഒരു മേലെടുത്ത് ദുഷ്പ്രവർത്തിക്കാരൻ. ക്രൂശിന്റെ മണ്ടയ്ക്ക് ആണി അടിച്ചു വെച്ചിരിക്കുക ദുഷ്പ്രവർത്തിക്കാരൻ. നടുക്ക് കിടക്കുന്നവന്റെ ക്രൂശിന്റെ മേൽ എഴുതിയിരിക്കുക ഇവൻ യഹൂദന്മാരുടെ രാജാവ്. 3 ക്രൂശ് 2 എഴുത്ത്. 2 ക്രൂശിൽ എഴുതിയേക്കുന്നത് ദുഷ്പ്രവർത്തിക്കാരൻ. 1 ക്രൂശിൽ എഴുതിയിരിക്കുന്നത് യഹൂദന്മാരുടെ രാജാവ്. എല്ലാവരുടെയും മണ്ടയ്ക്ക് ഒരു എഴുത്തുണ്ട് കേട്ടോ. നമ്മൾ കല്ലിയൂരുകാരാണ് തലയിലെഴുത്തെന്നാ പറയുന്നത്. റാന്നിക്കാർ തലേ വരയെന്ന് പറയാം. തലേ വരയായാലും തലയിൽ എഴുത്തായാലും എല്ലാവരുടെയും മണ്ടയ്ക്ക് എഴുത്തുണ്ട്. മേളി കണ്ണില്ലാത്തതുകൊണ്ട് കാണാനൊക്കെ തെളിഞ്ഞു. സ്തോത്രം. PC ചെറിയാൻ്റെ മണ്ടയ്ക്ക് എഴുത്തുണ്ട്. അത് കാണാൻ മണ്ടയ്ക്ക് കണ്ണില്ലാത്തതുകൊണ്ട് ഞാൻ കല്ലിയൂർ ജോയിക്കുട്ടിയുടെ മണ്ടയ്ക്കോട്ടാണ് നോക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുറവെല്ലാം അവിടെ കണ്ടിട്ട് ഞാൻ എഴുതുക. എൻ്റെ കാണാൻ കണ്ണില്ല, കാരണം മോളി കണ്ണില്ലല്ലോ. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഞാൻ അടുത്തിരിക്കുന്ന ആളിൻ്റെ മണ്ട കണ്ടും വെച്ച് അതങ്ങ് എഴുതി വെക്കുക. സ്തോത്രം. അപ്പൊ ഈ മനുഷ്യൻ അവൻ്റെ മണ്ടയ്ക്ക് ദുഷ്പ്രവർത്തിക്കാണ്, പക്ഷെ കാണാൻ വയ്യ. എങ്കിലും സക തടവുകാരൻ്റെ ക്രൂശെ നോക്കി. ക്രൂശെ കിടന്നുകൊണ്ടാണല്ലോ അവൻ നോക്കിയപ്പോൾ അവൻ്റെ മണ്ടയ്ക്ക് എഴുതിയേക്കുന്നു ദുഷ്പ്രവർത്തിക്കാരൻ. ഇവരൊന്നിച്ച് അമ്മോട്ടിക്കാൻ പോയെ, ഇവരൊന്നിച്ച് വ്യഭിചരിക്കാൻ പോയെ, ഇവരൊന്നിച്ച് കൊലപാതകത്തിന് പോയെ, ഇവരൊന്നിച്ച് ബാങ്ക് കവർച്ച ചെയ്ത് എല്ലാം ഒന്നിച്ചാണ്. ഇവന് മനസ്സിലായി അവൻ്റെ മണ്ടയ്ക്കത്തെ എഴുത്ത് എൻ്റെ മണ്ടയ്ക്കുമുണ്ട്. നിങ്ങൾ മിണ്ടുന്നില്ല. അത്രയും ചിന്തിക്കാനുള്ള ബോധം അവനുണ്ടായല്ലോ. സ്തോത്രം. എൻ്റെ മണ്ടയ്ക്കത്തെ വായിക്കാൻ ഒത്തില്ലേലും സക തടവുകാരൻ്റെ മണ്ടയ്ക്ക് എഴുതിയത് എൻ്റെ മണ്ടയ്ക്കും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നടുക്ക് കിടക്കുന്നവൻ്റെ എന്നാന്നൊന്ന് വായിക്കാൻ നോക്കിയതാ. ഹലോ. ആകെ 3 ക്രൂശ, പക്ഷെ 3-ൽ 2 കള്ളന്മാരാ, 3-ൽ 1 ഉള്ളു ക്രിസ്തു. മിണ്ടുന്നില്ല ആരും. ഹല്ലേലൂയ. 3-ൽ 2 കള്ളന്മാരാ പാസ്റ്റർ. 3-ൽ 1 ഉള്ള ആര്? ക്രിസ്തു. നീ അതിൻ്റെ മണ്ട വായിക്കണം. സ്തോത്രം പറഞ്ഞാട്ട്. അതിനാ ഈ പാട്ടുകാരൻ പറഞ്ഞ അങ്ങും ഇങ്ങും നോക്കിയാൽ നീ മുന്നേ പോത്തില്ല. കാരണം അവിടെയും ദുഷ്പ്രവർത്തിക്കാരനാ, ഇവിടെയും. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. നിന്റെ നോട്ടം ശരിയാണെങ്കിൽ ഓട്ടോ ശരിയായിരിക്കും. ഹല്ലേലൂയ. കോട്ടമില്ലാതെ ഓടി ഭംഗമില്ലാതെ ബിരുദ പ്രാപിക്കണേ നോക്കേണ്ടവനെ നോക്കണം. ഹല്ലേലൂയ. അതിന് പിതാവ് പറഞ്ഞു, എൻ്റെ പുത്രനെ നോക്കി അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകണമെന്ന പിതാവിന്റെ ആഗ്രഹം. ഇവൻ നോക്കിയപ്പോൾ യഹൂദന്മാരുടെ രാജാവായിരുന്നു എന്നെഴുതിയേ. ലൈവായിട്ട് എഴുതിയേക്ക രാജാവാ. ഇന്നലെ അവൻ രാജാവാ, ഇന്നവൻ രാജാവാ, നാളെ അവൻ രാജാവാ. ഹലോ. ഇവിടെ ജനിച്ചു കഴിഞ്ഞ് വോട്ട് പിടിച്ചോ യുദ്ധം ചെയ്തോ ഒക്കെ രാജാക്കന്മാരായവരുണ്ട്. നമ്മുടെ ഈ ഭാരതം 29 സ്റ്റേറ്റുള്ള ഭാരതം 700-ലധികം രാജാക്കന്മാർ ഭരിച്ച നാട്ടുരാജാക്കന്മാരുടെ രാജ്യമാണ്. ബ്രിട്ടീഷുകാർ വന്ന് അവരെ കയ്യിലെടുത്തോണ്ട് ഇതെല്ലാം കൂടെ വേറൊരു രീതിയിലാക്കി. അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. സ്തോത്രം. നമ്മുടെ ഈ കേരളം തന്നെ 4-5 രാജ്യമായിരുന്നു. മലബാർ രാജ്യം, കൊച്ചി രാജ്യം, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇതെല്ലാം രാജ്യങ്ങളായിരുന്നു. അങ്ങനെയുള്ള രാജാക്കന്മാരൊക്കെ ഇവിടെ വന്നിട്ട് നാട്ടുകാരോ വീട്ടുകാരോ വോട്ടുകാരോ ഒക്കെ രാജാവാക്കിയതാ. പ്രൈസ് ദി ലോർഡ്. ചിലർ 5 വർഷം ഇരിക്കും, ചിലർ ചിലപ്പോൾ 5 കൂടി നിന്നിരിക്കും. നിങ്ങൾ മിണ്ടുന്നില്ല. മാക്സിമം അത്രയൊക്കെ ഇരിക്കത്തുള്ളൂ. പിന്നെ അടുത്ത 10 വർഷം ഒന്നും ആകത്തില്ല. പക്ഷെ യേശു ജനിച്ചപ്പം വിദ്വാൻമാർ വന്ന് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഈ ഉലകത്തിൽ രാജാവായിട്ട് ഒരാളെ ജനിച്ചിട്ടുള്ളൂ. ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശു അല്ലാതെ മറ്റൊരുത്തരും രാജാവായി ജനിച്ചിട്ടില്ല പ്രിയരെ. അവൻ ജനിച്ചത് രാജാവായിട്ടാ. പ്രൈസ് ദി ലോർഡ്. 30-ാമത്തെ വയസ്സിൽ കഴുതക്കുട്ടി പുറത്ത് കരയേറി പോകുമ്പോൾ സകല ഇസ്രായേലിലെ 12 ഗോത്രങ്ങളും ദാവീദ് പുത്രൻ ഓശന്ന പാടിയത് രാജാവിന്റെ എഴുന്നള്ളത്തായിട്ടാ. പ്രൈസ് ദി ലോർഡ്.
ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോ കുറ്റസംഗതി എഴുതി തൂക്കിയത് ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞ, രാജാവായി ജനിച്ച് രാജാവായി ജീവിച്ച് രാജാവായി മരിച്ച് രാജാതി രാജാവായി വരാൻ പോകുന്ന ഒരുത്തനുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവല്ലാതെ മറ്റൊരുത്തനില്ല. അതുകൊണ്ട് പിതാവ് പറയുകയാണ്, പിതാവിൻ്റെ ഇഷ്ടം ഞാൻ അയച്ച എൻ്റെ പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. സമയം ഓടിപ്പോകുന്നല്ലോ. റോമാലേഖനം 6-ാം അധ്യായം 22-23 വാക്യം. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഒന്നുകൂടെ ആ മോള് വായിച്ച് കേൾപ്പിക്കും, ഞാനത് ഏറ്റു പറയും. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന് വായിച്ചാട്ട് മക്കളെ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ. ദൈവത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ ആരുടെ ദാസനാകണം? എന്തിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവൻ ദൈവത്തിൻ്റെ ദാസന്മാരായി. അടുത്ത വാക്യം. ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. എല്ലാരും ആമേൻ പറഞ്ഞില്ല. അമേരിക്കയുടെ ഏറ്റവും ശക്തനായിരുന്ന പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ, നിങ്ങളെല്ലാവരും കേട്ടുണ്ടായിരിക്കും. സാധാരണക്കാരനായ ഒരു അടിമ കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ. തനിക്ക് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണം, കുഞ്ഞുങ്ങളൊക്കെ കേൾക്കണം, 12 വയസ്സ് പ്രായമുള്ളപ്പോൾ കൃഷിക്കാരനായ തൻ്റെ അപ്പൻ വളരെ ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ വളരുന്ന തൻ്റെ കുടുംബത്തെ പുലർത്താൻ വഴികളില്ലാത്ത കൊണ്ട് തൻ്റെ പറമ്പിൽ വിളഞ്ഞ കുറേ കാർഷിക വിളകൾ 12 വയസ്സുള്ള ബാലകനായ എബ്രഹാം ലിങ്കൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ചന്തയിൽ കൊണ്ട് വിൽക്കണം. വിറ്റ് കിട്ടുന്ന പൈസയ്ക്ക് മോൻ ഇന്ന സാധനം മേടിച്ചുകൊണ്ടിരണം, വൈകിട്ട് നമുക്ക് ആഹാരം കഴിക്കാൻ. അപ്പൻ പറഞ്ഞനുസരിച്ച് കൊട്ടയ്ക്കകത്ത് ഈ പച്ചക്കറികളുമായി ചന്തയിലേക്ക് എബ്രഹാം ലിങ്കൻ പോകുകയാണ്. അവൻ ചന്തയിൽ ചെന്നപ്പോൾ ദയനീയമായൊരു കാഴ്ച അവിടെ കണ്ടു. അവൻ്റെ സെയിം പ്രായമുള്ള ഏകദേശം 12 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ, ഒരു കറുത്ത വർഗ്ഗക്കാരനെ ഒരു തൂണയിൽ കെട്ടിയിട്ടിരിക്കുന്നു ചങ്ങല കൊണ്ട്. എന്നിട്ട് കെട്ടിയിട്ടിരിക്കുന്നതിൻ്റെ ഉടമസ്ഥനായ മുതലാളി ഇവനെ ലേലം വിളിക്കുകയാണ് അടിമയായിട്ട്. ഇവൻ കൊച്ചിയിറക്കാനായിട്ട് ലേലം വിളിക്കാൻ ആളില്ല. അപ്പോഴാണ് എബ്രഹാം ലിങ്കൻ വീട്ടിലേക്ക് അരിസാനം മേടിക്കാൻ പച്ചക്കറി വിറ്റ് നാണയത്തുട്ടുകളുമായി വരും. ഇവൻ അല്പസമയം ലേലം ശ്രദ്ധിച്ച് നോക്കി നിന്നു. എന്നിട്ട് ഈ ലേലം ഇവൻ കയറി വിളിച്ചു. ഇവൻ്റെ കൈ കിട്ടിയ ആ തുച്ഛമായ പൈസയ്ക്ക് ലേലം ഉറപ്പിച്ചു. ആ ലേലം വിളിച്ച പൈസ ഈ അടിമ വ്യാപാരിയുടെ കൈ കൊടുത്തിട്ട് ഈ പയ്യൻ്റെ കെട്ടഴിച്ചിട്ട് ഈ വിലച്ചിട്ട് അവൻ്റെ കൈ കൊടുത്ത് പറഞ്ഞു, നിന്നെ ഞാൻ സ്വതന്ത്രമാക്കി. എൻ്റെ അപ്പൻ തന്ന പച്ചക്കറി വിറ്റ് വീട്ടിലേക്ക് അരിസാനം മേടിക്കേണ്ട പൈസ കൊടുത്ത നിന്നെ മേടിച്ചേക്കുന്നു. നീ ഇനി ആരുടെ അടിമയല്ല. ഈ അടിമച്ചീട്ട്, ഈ വിലച്ചീട്ട് കൈവച്ചോണം, നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞപ്പോൾ ഈ ബാലകൻ, ഈ കൊച്ചു ബാലകനായ 12 വയസ്സുള്ള എബ്രഹാം ലിങ്കൻ്റെ കാക്കലോട്ടങ്ങ് വീണവൻ വലിയ വായിലെ കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് പോകാനൊരിടമില്ല, എനിക്ക് പാർക്കാനൊരു വീടില്ല. നീ എന്നെ സ്വതന്ത്രമാക്കിയില്ലേ? നീ സ്വതന്ത്രമാക്കിക്കൊണ്ട് ഇന്നു മുതൽ ഞാൻ നിന്റെ ദാസനായിട്ടിരുന്നോളാം. എബ്രഹാം ലിങ്കൻ ഞെട്ടി. വീട്ടിൽ 6-7 വയറുകൾ പോരണം. ഇവ കൊച്ചി ഇറക്കനാണ്.
വീട്ടിൽ അരിമേടിക്കാൻ പറ്റും, ഒരു ചെറുക്കനെയും പിടിച്ചോണ്ട് അങ്ങോട്ട് ചെന്നാൽ അപ്പൻ അടിച്ചോടിക്കും. ഇവനാകെ മാനസികമായിട്ട് ഭാരപ്പെട്ടു. പക്ഷെ ഇവൻ പോകാൻ തയ്യാറാണ്. ഞാൻ ഇന്നു മുതൽ നിന്റെ ദാസൻ. ഇവന്റെ നിർബന്ധത്തിൽ ഈ ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ട് എബ്രഹാം ലിങ്കൻ എന്ന കൊച്ചു ബാലൻ അപ്പൻ്റെ അടുക്കൽ ചെന്നു. ദയുള്ള അപ്പൻ ഇവന്റെ കഥന കേട്ടിട്ട്, മോനെ നമ്മൾ 7 പേരില്ലടാ, അവനോട് ഇരിക്കട്ടെ, 8ാമനായി. അങ്ങനെ എബ്രഹാം ലിങ്കൻ നിമിത്തം അവനെ ചേർത്തു. സ്തോത്രം. അദ്ദേഹമാണ് പിന്നത്തേതിൽ അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് അമേരിക്കയിലെ അടിമത്തമെന്ന ആ വലിയ നീചമായ അവസ്ഥ മാറ്റി സാധുക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത്. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയാമോ? അടിമത്തത്തിന് സ്വാതന്ത്ര്യം കൊടുത്തവൻ ആര് സ്വാതന്ത്ര്യം കൊടുത്തോ അവന്റെ ദാസനായി. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇവിടെ പുസ്തകം പറയുന്നു, യേശുക്രിസ്തുവിലൂടെ നിനക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചാൽ നീ ദൈവത്തിന്റെ ദാസനായി മാറുകയാ. സ്തോത്രം. എല്ലാരും പറഞ്ഞില്ല ആ വാക്യം? ഒന്നുകൂടെ വായിക്കും. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ. എല്ലാരും ഇവിടെ ഉണ്ടോ? നിന്നെ വരിഞ്ഞു മുറുക്കിയ പാപമെന്ന അടിമക്കയർ, മരണത്തിലേക്ക് നിന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോയ അടിമക്കയർ, നീ രക്ഷിക്കപ്പെട്ടപ്പോ സ്വർഗം അറുത്തു മാറ്റി. നിന്റെ ആ കെട്ട് ദൈവം അഴിച്ചു. യേശു വന്നത് പിശാച് ചെയ്ത ആ പ്രവൃത്തിയെ അഴിക്കാനാ. പിശാചിന്റെ പ്രവൃത്തിയെ അഴിപ്പാനത്രേ മനുഷ്യപുത്രൻ വന്നത്. നിന്റെ പാപത്തിന്റെ കെട്ടവൻ അഴിച്ചപ്പോൾ നീ സ്വതന്ത്രനായി. സ്വതന്ത്രനായ നീ ആരുടെ ദാസനാ? വായിച്ചേ. ദൈവത്തിന് ദാസന്മാരായിരിക്കുക. ദൈവത്തിന്റെ ദാസന്മാര്. ഹോ, എന്തൊരു പ്രൗഢാഭാസ്. ഈ സ്റ്റേജിലൊക്കെ വരുമ്പോൾ കർത്താവിന്റെ ദാസൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതിന്റെ മഹത്വം മനസ്സിലായിട്ടുണ്ടോ? ഹല്ലേലൂയ. നമ്മളെ കാണുമ്പോൾ ഒരാൾ എഴുന്നേറ്റെങ്കിൽ, നമ്മളെ കാണുമ്പോൾ ഒരാൾ കൈ തന്നെങ്കിൽ, നമ്മളെ കാണുമ്പോൾ ഒരാൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി കൊണ്ടൊന്നും അല്ല കേട്ടോ. ഈ പാപത്തിന്റെ അടിമക്കയറടിച്ച് നമ്മളെ ദൈവത്തിന്റെ ദാസനാക്കി എന്നുള്ള ഒറ്റ യോഗ്യതയേ ഉള്ളൂ. എത്ര കരമ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ദൈവത്തിന്റെ ദാസനായാൽ അടുത്ത കാര്യം, നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം, നിങ്ങൾക്കൊരു ഫലം ലഭിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. ഓ, നിങ്ങൾ നല്ലല്ലേ പറയണമേ. ഇതിനൊരു അന്തമുണ്ട് ദൈവമക്കളെ. നീതീകരണം പ്രാപിച്ച് വിശുദ്ധീകരണത്തിലൂടെ പോകുന്ന ദൈവത്തിന്റെ പൈതലിന് അതിന്റെ അന്ത്യഫലമുണ്ട്. അത് നിത്യജീവനാണ്. ഈ രാത്രി വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. നിനക്കൊരു നിത്യജീവൻ തരുവാൻ. ഓ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിരിക്കുന്ന നിന്നെ ദൈവം അങ്ങ് ആദരിച്ചോളൂ വന്നു. നിങ്ങൾക്കറിയാമോ, 18ാം നൂറ്റാണ്ടിലെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം സാൽവേഷൻ ആർമിയാണ്. നമ്മളിപ്പോൾ അതിന് രക്ഷാസൈന്യം എന്ന് പറയുന്ന സാൽവേഷൻ ആർമി. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒന്നാമത്തെ ശക്തനായ നേതാവാണ് വില്യം ബൂത്ത്. അക്കാലത്ത് ആയിരക്കണക്കിന് ആളുകൾ, യൂറോപ്പിനെയൊക്കെ ഇളക്കി മറിച്ച് ഉണർവുണ്ടായ ആയിരക്കണക്കിന് ആളുകളെ പാപത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് പൊട്ടിച്ച് കൃപയിൽ കൊണ്ടുവന്ന ശക്തനായ നേതാവ്. അപ്പൊ ഇദ്ദേഹത്തിൻ്റെ ഈ സജീവമായ സുവിശേഷ പ്രവർത്തനങ്ങളും സഭയുടെ അഭൂതപൂർവമായ വളർച്ചയും അതിങ്ങനെ പടർന്ന് പല രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നതൊക്കെ കണ്ട ഒരു ചെറുപ്പക്കാരൻ, ഷൗമേൽ ബ്രിങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ മനുഷ്യൻ കാഴ്ചയ്ക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ല, വലിയ പേഴ്സണാലിറ്റി ഒന്നുമില്ല. ഇവൻ രാവിലെ ഈ വില്യം ബൂത്തിന്റെ ഓഫീസിന്റെ വാതിൽക്കൽ ചെന്നു. അദ്ദേഹം ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയം നോക്കി ആ വാതിൽക്കൽ നിന്നു. ഈ കാഴ്ചയ്ക്ക് വലിയ പേഴ്സണാലിറ്റി ഇല്ലാത്ത പ്രാകൃതനായ ഈ ചെറുപ്പക്കാരനെ കണ്ടു. നീ എന്തിനാ ഇവിടെ വന്നേ? അവൻ പറഞ്ഞു, എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം. അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണം? അങ്ങ് എനിക്ക് എന്തെങ്കിലും
കർത്താവിൻ്റെ വേലയ്ക്ക് യോഗ്യമായ ഒരു ജോലി ഇവിടെ തരണം. ഇവിടെ നിനക്കൊരു ജോലിയില്ല, പൊക്കോളാം. ആട്ടി ഓടിക്കുന്ന പോലെ ശൗമേൽ ബ്രിങ്കിളിനെ ബില്യം ബൂത്ത് ഓടിച്ചു. ഈ മനുഷ്യൻ ദുഃഖിച്ച് പോയെങ്കിലും ദൈവാത്മാവ് നീ അവിടെ ചെന്ന് വീണ്ടും ജോലി ചോദിക്കും. ദൈവാത്മാവ് ഇടപെട്ട് ഈ ചെറുപ്പക്കാരൻ പിന്നെയും നാണമില്ലാതെ ഇന്നലെ ഓടിച്ചു വിട്ട ബില്യം ബൂത്തിൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം. ഒരു ബാധ്യത പോലെ ഇവൻ പോകാതെ വന്നപ്പോൾ പറഞ്ഞു, ഇവൻ പോകട്ടെന്ന് വിചാരിച്ച് പറഞ്ഞു, എൻ്റെ ദൈവദാസന്മാരുടെ ചെരിപ്പിട്ടേക്കുന്നൊരു മുറിയുണ്ട്, ഷൂ ഇട്ടേക്കുന്ന മുറി, അത് പോയി പോളിഷ് ചെയ്യാൻ ആ മുറിക്കകത്തിരുന്നു. വെളി കണ്ടെങ്കിൽ കരിക്കൻ്റെ അവിടെ ആഹാരം തരുമെന്ന് പറഞ്ഞു. വളരെ അവഞ്ഞയുള്ള, അന്ന് ഒറിജിനൽ തോല് കൊണ്ടുള്ള ഷൂ, ഇന്നത്തെ കൂട്ടുള്ള അല്ല, ഫൈബറൊന്നുമല്ല, ഒറിജിനൽ തോല, മൃഗങ്ങളുടെ തോല, ഭയങ്കര നാറ്റമാണ്. സ്തോത്രം. അതിനെ മുറിയിൽ കിടന്ന് ഇരിക്കുക എന്ന് പറഞ്ഞാലത്തെ സ്ഥിതി ഓർത്തോ. പക്ഷേ ഈ മനുഷ്യൻ 16 വർഷം ഈ മുറിക്കകത്ത് പുറം ലോകം കാണാതെ വിശുദ്ധന്മാർ ചവിട്ടി സുവിശേഷ വേലയ്ക്ക് പോയ ഷൂ പോളിഷ് ചെയ്തുകൊണ്ട് അവിടെ ഇരുന്നു. അതിനകത്തിരിക്കുമ്പോഴൊക്കെ ഈ മനുഷ്യൻ കരഞ്ഞു, ദൈവമേ, ഈ അഴുക്ക് പറ്റിയ ഷൂ മിനുങ്ങുന്നത് പോലെ എൻ്റെ പാപങ്ങളെ കഴുകി നീ എന്നെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കണം. ആരോടും പരാതി പറയാതെ ഈ മുറിക്കകത്ത് 16 വർഷം ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 16ാമത്തെ വർഷം ഇവരുടെ 71ാമത്തെ നമ്മുടെ ജനറൽ കൺവെൻഷൻ പോലെ സാൽവേഷൻ ആർമിയുടെ അഖില ലോക കൺവെൻഷൻ നടക്കുകയാണ് ഇംഗ്ലണ്ടിൽ. കസാറകൾ തന്നെ 50,000 കസാറയുണ്ട്. അതിലേറെ ആളുകൾ പുറത്ത് ഗാലറിയിലുണ്ട്. വളരെ ഫില്ലായുള്ള ഈ ഓഡിറ്റോറിയം നിറഞ്ഞ് ഭയങ്കര ജനക്കൂട്ടം. പ്രസിദ്ധരായ ശക്തരായ അന്നത്തെ ദൈവദാസന്മാരെ പ്രസംഗിക്കാൻ വിളിച്ചിരിക്കുക. സമാപന ദിവസം ഏറ്റവും ശക്തരായ ദൈവദാസനെ വിളിച്ചേക്കുക. അന്ന് ടെലിഫോണും ഒന്നുമില്ല, ആകെയുള്ളത് കമ്പി. അതിനെന്താ പറയുന്നത്, ടെലഗ്രാം. അന്ന് അതേ ഉള്ളൂ. 7ാമത്തെ ദിവസത്തിന്റെ രാവിലെ വില്യം ബൂത്തിന് ഒരു ടെലഗ്രാം. അന്ന് പ്രസംഗിക്കേണ്ട ദൈവദാസന് വരാനൊക്കത്തില്ല. വില്യം ബൂത്ത് ആകെ വിഷമിച്ചു. അദ്ദേഹം ഓടിച്ചെന്ന് പ്രാർത്ഥന മുറി മുട്ടുകുത്തി. സമാപന ദിവസം പതിവി കവിഞ്ഞ ആളുകൾ വരും. ആര് പ്രസംഗിക്കും? താൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മ പറഞ്ഞു, 16 വർഷമായി നീ തിരിഞ്ഞു നോക്കാത്ത ഷൂ പോളിഷ് മുറി കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനില്ലേ? അവൻ പറഞ്ഞുണ്ട്. ശൗമേൽ ബ്രിങ്കിൾ ഉണ്ട്. നീ അവിടെ ആക്കിയ പിന്നെ അവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവൻ ഇന്ന് രാത്രി പ്രസംഗിക്കും. വില്യം ബൂത്ത് ഞെട്ടി. ഷൂ പോളിഷ് ചെയ്യുന്ന അവന് ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല, തിയോളജി അറിയത്തില്ല, സ്തോത്രം, അരാമ്യ ഭാഷ പറയാൻ അറിയത്തില്ല, ഹീബ്രു പറയാൻ അറിയത്തില്ല. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. BTH ഇല്ല, BD ഇല്ല, MDH ഇല്ല, PhD ഇല്ല. ഷൂ പോളിഷ് ചെയ്യുന്നവൻ അവനെന്തോ പ്രസംഗിക്കാനാ? അവനോർത്ത് ദൈവാത്മാവ് പറഞ്ഞതല്ല എന്ന് വിചാരിച്ച് പറഞ്ഞ കർത്താവേ, അവൻ ഷൂ പോളിഷ് ചെയ്യുന്നവനാ, അവൻ എന്നാ പ്രസംഗിക്കാനാ? അവൻ ഈ രാത്രി പ്രസംഗിക്കും. ദൈവം ആവർത്തിച്ചു പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ 16 വർഷങ്ങൾക്ക് ശേഷം ഈ റൂമിൻ്റെ കഥ തുറന്ന് ഇവനെ കണ്ടു. ചെന്നപ്പോൾ ശാന്തമായിട്ട് അവൻ പോളിഷ് ചെയ്യുക. വില്യം ബൂത്തിനെ കണ്ടപ്പോൾ ബഹുമാന പുരസ്സരം എഴുന്നേറ്റു. അദ്ദേഹത്തെ നമസ്കരിച്ചു. എടാ, നിനക്കിന്ന് രാത്രിയിൽ ഈ സദസ്സിനോട് പ്രസംഗിക്കാൻ കഴിയുമോ? നീ പ്രസംഗം ദൈവാത്മ പറഞ്ഞു. ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു, ഒരു മടിയില്ലാതെ. ഹലോ, പ്രൈസ് ദി ലോർഡ്. അപ്പം വില്യം ബൂത്ത് ആകെ ഞെട്ടി. ഇന്ന് വരെ പ്രസംഗിക്കാത്ത അവൻ പറയണം ഞാൻ പ്രസംഗിച്ചോളാം. ഇവനിട്ടേക്കുന്ന യൂണിഫോം ഷൂ പോളിഷ് ചെയ്യുന്നവൻ്റെ യൂണിഫോമാണ്. വില്യം ബൂത്ത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആരാണ്ടരെയൊക്കെ ഷർട്ടോ ഷൂവോ സൂട്ടോ എല്ലാം കൊണ്ടുവന്ന് ഇവനെ ഇട്ട് നമ്മുടെ ഗോലിയാത്ത് ദാവീദിനെ ഇടിയിപ്പിച്ച പോലെ എല്ലാം ഇടിയിപ്പിച്ച ഒരു പരുവത്തിൽ പ്രസംഗിക്കാൻ സ്റ്റേജൊക്കെ എത്തി. വില്യം ബൂത്ത് വിറച്ചു നിൽക്കുക. ഇന്ന് രാത്രി യോഗം ചീറ്റിപ്പോയാൽ ആകെ നാണം കേടാകും, പ്രസ്ഥാനം തകരും. ഈ മനുഷ്യൻ സ്റ്റേജിൽ പറഞ്ഞ്, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ശക്തനായ ദൈവദാസൻ പാസ്റ്റർ ശൗമേൽ ബ്രിങ്കിളിൻ ഈ രാത്രി പ്രസംഗിക്കും. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഈ കാഴ്ചയ്ക്ക് വലിയ സൗന്ദര്യമില്ലാത്ത കഴിഞ്ഞ 16 വർഷമായി ഒരു മുറിക്കകത്ത് ഒതുങ്ങിയിരുന്ന പ്രാർത്ഥനാ മനുഷ്യൻ സ്റ്റേജിൽ കയറി. അവൻ ഈ വലിയ ജനസദസ്സിനെ കണ്ട് ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത് സിറ്റിംഗ് സീറ്റ് തന്നെ 50,000, പിന്നെ അതിൽ കൂടുതൽ ആളുകൾ നിൽക്കാൻ. ഈ വലിയ ജനക്കൂട്ടത്തെ നോക്കിയിട്ട് അദ്ദേഹം ഒറ്റ പ്രൈസ് കൊടുക്കും. പറഞ്ഞിട്ട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം.
2 മിനിറ്റ് താഴുന്ന ഒറ്റ പ്രാർത്ഥന ഈ ശൗമേൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ആമീൻ പറഞ്ഞു നോക്കുമ്പോൾ എല്ലാ കസാറയും കാലിയായി. എണ്ണിച്ചു പാടുള്ള സമയമില്ല, പക്ഷെ കസാറയെല്ലാം കാലിയായി. ശൗമേൽ ഇങ്ങനെ ആകെ പ്രയാസമായി. പ്രാർത്ഥിച്ചപ്പോഴേ പോയെങ്കിൽ പ്രസംഗം കേൾക്കാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ച് താൻ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഈ കസാറയിരുന്ന മുഴുവൻ പേര് നിലത്തിറങ്ങി മുട്ടുകുത്തിയേക്കുക. പ്രസംഗിച്ചില്ല. 2 മിനിറ്റ് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഓ ഹല്ലേലൂയ. കൂട്ടക്കരച്ചിൽ അവിടെ വെളിപ്പെട്ടു. വലിയ പാപബോധം അവിടെ ഉണ്ടായി. ആ രാത്രി 1000 രക്ഷിക്കപ്പെട്ടു. പ്രസംഗത്തിന്റെ ശാസ്ത്രത്തിലല്ല ജനത്തിന്റെ വിടുതല്. ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെട്ടാൽ, പാപത്തിന്റെ ചങ്ങല പൊട്ടി മാറിയാൽ, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം ലഭിച്ചാൽ അതിനൊരു ഫലമുണ്ട്. അതിന്റെ ഫലം നിത്യജീവനാണ്. വിശ്വസിക്കുന്നവർ മാത്രമേ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. നിന്റെ ചരിത്രം മാറുന്ന രാത്രിയാ. നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറുന്ന രാത്രിയാ. നിന്റെ തലമുറയുടെ ചരിത്രം മാറുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ മാത്രമേ ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്നത്തെ അസാധാരണമായ ഒരു സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. അദ്ദേഹം ആ പ്രസ്ഥാനത്തിലെ വലിയ പ്രസംഗകനായി മാറി. ചില വർഷങ്ങൾക്ക് ശേഷം വില്യം ബൂത്ത് എന്ന ശക്തനായ മനുഷ്യൻ മരിച്ചപ്പോൾ സഭയുടെ അടിയന്തരമായ സുന്നഹദോസ് കൂടി, കമ്മിറ്റി കൂടി, കൗൺസിൽ കൂടി. അടുത്ത ആരെയാണ് നമുക്ക് സഭയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? 1-2 ഡോക്ടറേറ്റ് ഉണ്ടായിരുന്ന വില്യം ബൂത്തിന് പകരം, അമാനുഷികമായ സംഘാടക ശക്തിയുള്ള വില്യം ബൂത്തിന് പകരം ആ കസാറയിലിരിക്കാൻ ആരെ കൊണ്ടുവരും? കൗൺസിൽ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, അതിനെ പറ്റിയ ഒരാളെ ഉള്ളൂ, അത് ശൗമേൽ ബ്രിങ്കലിനാണ്. ഹല്ലേലൂയ. 16 വർഷം ഒരു മുറിക്കകത്ത് അടച്ചിരുന്ന് പോളിഷ് ചെയ്ത് കരഞ്ഞു പ്രാർത്ഥിച്ച പക്വതൻ സാൽവേഷൻ ആർമിയുടെ ചെയർമാനായി മാറിയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ചരിത്രം ദൈവം മാറ്റാൻ പോകുകയാ. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. അസാധാരണമായ ചില ദൈവകൃപയുടെ വ്യാപാരങ്ങൾ ആത്മാവ് പ്രവചിച്ചു പറയുകയാ. ചിലതിൻ്റെ മേൽ ഇന്ന് രാത്രി ദൈവം പകരുകയാ. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ലോകം നിന്നെ കാണുന്നത് പോലെ അല്ല എൻ്റെ ദൈവം നിന്നെ കാണുന്നത്. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. ലോക പരിധി വെച്ച്, ലോകമളവ് വെച്ച്, നിനക്കൊരടയാളം വെച്ച് നിന്നെ അതിരിട്ട് മാറ്റുമ്പോൾ സ്വർഗം നിന്നെ ഇന്ന് രാത്രി പരിധികൾക്കപ്പുറത്ത് ആദരിക്കുന്ന ദൈവമാ. ഓ റിഗമാന ദൂഡ ജാല വൈഡ രമന രഗദ രൗഷ റീബബ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചിരുന്നു. ഈ 3-ാമത്തെ രാത്രിയിൽ ചിലതിൻ്റെ മേൽ നിയോഗം വന്നു വീഴുന്ന രാത്രിയാ. ചിലതിൻ്റെ മേൽ നിയമനം വന്നു വീഴുന്ന രാത്രിയാ. സാധാരണ ജീവനല്ല. ചിലതിനെ നയിക്കാൻ കഴിയുന്ന, ചിലതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന യേഹുവിൻ്റെ മേൽ അഭിഷേക തൈലം വീണതുപോലെ ചിലതിൻ്റെ മേൽ അസാധാരണമായ ഒരു ദൈവകൃപ. ഓ റബലബലബലബലബ ശൈഡരാധരാധരാധ. ആർക്കാണ് നിത്യജീവൻ? 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ഇന്ന് രാത്രി ഒത്തിരി അറിവൊന്നും ലഭിച്ചില്ലെങ്കിലും സ്തോത്രം. നമ്മുടെ ചന്ദ്രായൻ ഇപ്പൊ ചന്ദ്രനിൽ എന്നോ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് അറിഞ്ഞില്ലേലും വലിയ കുഴപ്പമില്ല. ഹലോ, നമ്മുടെ സൂര്യൻ്റെ അടുക്ക പോയേക്കുന്ന പേടകം എവിടെ ചെന്നാൽ ഉറച്ചെന്ന് അറിഞ്ഞില്ലേലും വലിയ കുഴപ്പമില്ല. ഇനി ഇസ്രായേൽ ഹമാസുള്ള യുദ്ധം എന്ന് തീരുമെന്ന് അറിഞ്ഞില്ലേലും വലിയ കുഴപ്പമില്ല. ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധം എന്ന് തീരുമെന്ന് അറിഞ്ഞില്ലേലും വലിയ കുഴപ്പമില്ല. ഒരല്ലേ പറഞ്ഞ് ഈ വർഷം 2-ാമത്തെ കോവിഡ് വന്ന് കുറേ പേരോട് ചാകുമോ എന്ന് അറിഞ്ഞില്ലേലും വലിയ കുഴപ്പമില്ല. പക്ഷെ നീ ഇതറിയണം. ഏതാ അറിയണ്ടേ? വായിച്ചേ. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. എത്ര പേർക്ക് അറിയാം?
ഈ 70, 80, 90 ആകുമ്പോൾ മൂക്കി പഞ്ഞി വെക്കുന്ന ജീവനല്ല. എനിക്ക് മറ്റൊരു ജീവനുണ്ട്. ആ ജീവന്റെ പേര് നിത്യജീവനെന്ന. ഹല്ലേലൂയ. എൻ്റെ ഈ ജീവന് ചെറിയ ക്ഷീണം വന്നാൽ വെന്റിലേറ്ററിലിടും. എൻ്റെ ഈ ജീവന് ചെറിയ പ്രശ്നം വന്നാൽ കൃത്രിമ ഓക്സിജൻ തരും. ഹലോ. എൻ്റെ ഈ ജീവന് ചെറിയ പ്രശ്നം വന്നാൽ ക്രിട്ടിക്കൽ ഐസിയുവിലാക്കും. ഹലോ. പക്ഷെ അവിടെ കിടക്കുമ്പോൾ ഞാൻ പറയണ, ഈ ജീവനെ നിനക്കെടുക്കാൻ കഴിയത്തുള്ളൂ. നിനക്ക് തൊടാൻ കഴിയാത്തൊരു ജീവൻ എനിക്കുണ്ട്. ആ ജീവന്റെ പേര് നിത്യജീവൻ എന്ന്. വിശ്വസിക്കുന്നവരുടെ ദൈവത്തെ സ്തുതിക്കട്ടെ. പിശാചിന് അപകരിക്കാൻ കഴിയാത്ത, ദുഷ്ടപ്പിശാചിന് എടുക്കാൻ കഴിയാത്ത ഒരു ജീവൻ നിനക്കുണ്ട്. അതെവിടുന്ന് കിട്ടി? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിനക്ക്. എന്തൊരു എഴുത്താ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിനക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നീ അറിയണം. പ്രൈസ് ദി ലോർഡ്. അതറിയാത്ത കാലത്തെക്കുറിച്ച് പൗലോസ് പറഞ്ഞു, അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അറിവില്ലായ്മയുടെ കാലത്ത് PC ചെറിയാൻ 4 കുപ്പി വിഷമം കുടിച്ചു ഈ ജീവൻ കളയാൻ. എന്നിട്ട് ചത്തില്ല. നിങ്ങൾ മിണ്ടിയില്ല. അറിവില്ലായ്മയുടെ കാലത്ത് PC ചെറിയാൻ ഒരു വലിയ വെള്ളച്ചാട്ടമുള്ള പെരിന്തൽമണ്ണയിലെ കയത്തിലെടുത്ത് ചാകാൻ. എന്നിട്ട് ചത്തില്ല. അറിവില്ലായ്മയുടെ കാലത്ത് അങ്ങ് ഭോപ്പാലിൽ പോയി വടക്കേ ഇന്ത്യ റെയിൽവേ പടത്തിൽ തല വെച്ച് ചാകാൻ. എന്നിട്ടും ചത്തില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. അന്ന് ചത്തിരുന്നെങ്കിൽ എൻ്റെ ഈ ജീവൻ പോയേനെയും മറ്റേ ജീവനും പോയേനെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്നെനിക്ക് മരണത്തെ പേടിയില്ല. കാരണം എനിക്ക് മറ്റൊരു ജീവൻ കിട്ടി. ഒരു സ്വതന്ത്രം പറഞ്ഞിട്ട് അല്ല, ഇന്ന് രാത്രി എൻ്റെ അകത്ത് നിത്യജീവൻ ഉണ്ടെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നീ പിശാചിനെ നോക്കി ഒരു കാര്യം ഈ രാത്രി പറയണം. അതിനെ ഇത് വായിച്ചേ. നീ ഹോസ്പിറ്റലിൽ ചെന്നു, ഡോക്ടർ പറഞ്ഞു പിടലിയിൽ അവിടെ ഒരു ചെറിയ മുഴ കാണുന്നുണ്ട്, ബയോപ്സിക്ക് അയക്കണം. നാളെ വന്ന് കുത്തി വെച്ചിട്ട് ബയോപ്സിക്ക് അയക്കുന്നു. പിന്നെ MRI ചെയ്യണം, സ്കാൻ ചെയ്യണം. ഈ മിഷനല്ലേ ഇവൻ മേടിച്ച് വെച്ചേക്കാം. നിന്നോടല്ലാതെ പിന്നെ അവിടെ കാശ് മേടിക്കുന്നത്. സ്കാനിങ് മിഷൻ ജർമ്മനിയിൽ നിന്ന് ഇറക്കിയ 1.5 കോടി രൂപയ്ക്ക്. സ്തോത്രം. അതിൻ്റെ പൈസ നമ്മളോടെല്ലാവരുടെ മേടിക്കുന്നത്. അപ്പോൾ പറഞ്ഞ് സ്കാൻ ചെയ്യണം, MRI ചെയ്യണം, എക്സ്റേ എടുക്കണം. അവൻ്റെ അവിടെയുള്ള എല്ലാ മിഷൻ്റെയും ഡിപ്പാർട്ട്മെൻ്റ് എഴുതി. സ്തോത്രം. ഒരാഴ്ച കഴിഞ്ഞുടനെ ബയോപ്സി എടുത്തിട്ട് പറഞ്ഞു കാൻസറിൻ്റെ ഒരു ചെറിയ ഇതുണ്ട്, ഉടനെ റേഡിയേഷൻ തുടങ്ങണം, പിന്നെ മാറിയില്ലെങ്കിൽ പിന്നെ ഹീമോ നമുക്ക് പാറയെല്ലാവരും കൂടെ. അപ്പം പിന്നെ അന്ന് തൊട്ട് നീ ആഹാരം കഴിക്കത്തില്ല, ക്ഷീണമായി, വിറയിലായി, പിന്നെ ചാകാൻ വേണ്ടിയുള്ള നീക്കങ്ങളായി. ഇത് കേൾക്കുമ്പോൾ നീ അതിൻ്റെ പേരൊരു നാമമാണ്. ഈ കാൻസർ എന്നുള്ളതൊരു നാമമാണ്. ട്യൂമർ വേറൊരു നാമമാണ്. ലുക്കേമിയ വേറൊരു നാമമാണ്. വൈറൽ ഫീവർ വേറൊരു നാമമാണ്. ഇതെല്ലാം ഒരു നാമമാണ്. സ്വതന്ത്രം പറഞ്ഞ്. അപ്പം നീ എല്ലാ നാമത്തിനും മേളിലൊരു നാമമുണ്ട്. ആ നാമത്തിൻ്റെ പേര് നസറേയനായ യേശുവെന്നാണ്. ഇത് പറയുമ്പോൾ നീ യേശുവിൻ്റെ നാമം പറയണം. യേശുവിൻ്റെ നാമത്തിൽ പിശാച് എന്ന് പറയണം. നിനക്ക് എൻ്റെ ഈ ജീവനെ തൊടാൻ കഴിയത്തുള്ളൂ, എൻ്റെ നിത്യജീവനെ തൊടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നീ ആ യേശുവിൻ്റെ നാമം ക്രിയേറ്റ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ ഇതിനകത്ത് കരമടിച്ച് സ്തോത്രം ചെയ്ത്, രോഗത്തെക്കാൾ അപ്പുറത്ത് നിനക്ക് നിത്യജീവൻ തരാൻ കഴിയുന്ന യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. അതുകൊണ്ട് യോഗത്തിലെ യേശു ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോഴേ പ്രസംഗം കേട്ട ഒത്തിരി പേര് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്തോത്രം. ഞങ്ങൾ ഈ ഇടയ്ക്ക് എഴുന്നേൽപ്പിക്കാത്തതിൻ്റെയൊക്കെ കാരണം, എഴുന്നേൽപ്പിച്ചാൽ നിങ്ങളുടെ ധാരണ പോകാനാണെന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോകുമെന്ന് അറിയാവുന്ന ഞങ്ങളിപ്പോൾ ലാസ്റ്റിൽ പോലും എഴുന്നേൽപ്പിക്കാറില്ല. വീട്ടിൽ പോകും. ഹലോ. പക്ഷേ എഴുന്നേൽപ്പിക്കാതെ തന്നെ യോഗത്തിൽ നിന്ന് ആളിറങ്ങിപ്പോയപ്പോൾ പത്രോസ് ചെവി വന്ന് പറഞ്ഞു, കർത്താവ് ജനമെല്ലാം പോവാ, സ്വതന്ത്രം അയച്ചെടുത്തിട്ടുമില്ല, അതുകൊണ്ട് ഇച്ചിരി കട്ടി കുറച്ച് പ്രസംഗിക്കുക. അപ്പോൾ യേശു എന്നാൽ പിന്നെ അങ്ങനെ പത്രോസ് എന്ന് പറയുമെന്നാ ഓർത്തെ. ഉടനെ യേശു പറഞ്ഞു, നിനക്കും പാമല്ലോ, ഞാൻ ആരെയും പിടിച്ചു നിർത്തിയിട്ടില്ലല്ലോ. ഹലോ. ആ ആള് കൂട്ടുന്ന പരിപാടിയല്ല കർത്താവിൻ്റെ. പോകേണ്ടിയോനെല്ലാം പോകാമെന്ന് യേശു പറഞ്ഞു. നിനക്കും പാം.
ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, പോകാനോ? നിത്യജീവന്റെ മൊഴികൾ. ഓ, എന്തൊരു വെളിപ്പാടാ മനുഷ്യന്റെ. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞ, മീൻ കച്ചവടം കണ്ടല്ല ഞാൻ നിന്നെ അനുഗമിക്കുന്നത്, പടക് നിറഞ്ഞത് കണ്ടല്ല, നിന്റെ പക്കൽ നിത്യജീവന്റെ മൊഴികളുണ്ട്. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ. ഇന്ന് രാത്രി നിത്യജീവ മൊഴികൾ നിന്റെ പക്കലുണ്ട്. നിന്നെ വിട്ടേച്ച് ഞങ്ങൾ എവിടേക്ക് പോകും? ഒറ്റ ഒരുത്തന്റെ കയ്യിലേ അതുള്ളൂ. അവന്റെ പക്കലുള്ള നിത്യജീവന. നിത്യജീവന ഏറ്റെടുക്കുന്നവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഒറ്റ വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. നിങ്ങളുടെ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിന് 4-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. യോഹന്നാൻ 4:14. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരും. പറയണം. ഒരു ജാതീയ സ്ത്രീ, ഒരു ശമരിയക്കാരി നട്ടുച്ച നേരത്ത് ഐത്തമുള്ള കാലത്തിൽ വെള്ളം കോരാനായിട്ട് വരികയാ. സുഗാർ എന്ന പട്ടണത്തിൽ യാക്കോബ് കുഴിച്ച കിണറിൽ വെള്ളം കോരാനായിട്ട് വരികയാ. ഏകദേശം 90 മൈലുകൾ നടന്ന് ഒരു നല്ല യൗവനക്കാരൻ ആ കിണറിന്റെ കരയിലേക്ക് വരുന്നു. മുഖത്ത് നോക്കിയാൽ യഹൂദന്റെ സകല പ്രൗഢിയുണ്ട്. വെണ്മയും ചുമപ്പും ഇടകലർന്ന സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ. ഒരു 10,000 പേര് നിന്നാൽ അവരിൽ സുന്ദരനായ ഒരു മനുഷ്യൻ ഈ കിണറ്റുകരയിലേക്ക് വന്നു. വരുമ്പോൾ നട്ടുച്ച നേരത്ത് ഈ ജാതീയ സ്ത്രീ വെള്ളം കോരാനായിട്ട് വന്നു. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, സ്ത്രീയെ, ഒരല്പം കുടിക്കാൻ തരുമോ? സ്ത്രീയുടെ മറുപടി, അടിമുടി നോക്കി, നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് വെള്ളം ചോദിക്കുന്നു? ഞാൻ ഒരു നീച സ്ത്രീയാണ്. യേശുവിന്റെ മറുപടി, നീ ദൈവത്തിന്റെ ദാനമെന്നും നിന്നോട് വെള്ളം ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് വെള്ളം ചോദിച്ചേനേ. അവൻ നിനക്കൊരിക്കലും ദാഹിക്കാത്ത നിത്യജീവന്റെ വെള്ളം നിനക്ക് തന്നേനെ. അവള് പറഞ്ഞു, യജമാനനെ, ഞാൻ ഇവിടത്തോളം വന്ന് കോരാതിരിപ്പാൻ ആ വെള്ളം എനിക്ക് തരണം. യഹൂദൻ എന്ന് പറഞ്ഞു തുടങ്ങിയവൾ ഇപ്പോൾ യജമാനെ എന്ന് വിളിച്ചു. യേശു പറഞ്ഞു, വെള്ളം തരാം, അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ പോയി ഭർത്താവിനെ വിളിച്ചോണ്ട് വാ. അവള് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. യേശു പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനെ ഔദ്യോഗികമായി ഭർത്താവ് ആക്കിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ ആഴത്തിലുള്ള വിവേചനം കേട്ടപ്പോൾ ഇവിടെ പറഞ്ഞു, അയ്യോ നീ ഒരു പ്രവാചകനാന്നറിഞ്ഞപ്പോൾ അവൾ ഭാഷ മാറ്റി. അവൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ യാക്കോബ് കുഴിച്ച കിണറാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം അതിൽ കുടിക്കുകയാണ്. നിങ്ങൾ അവിടെ ആരാധിക്കുന്നു, ഞങ്ങൾ ഇവിടെ ആരാധിക്കുന്നു. നിങ്ങൾ ആ മല, ഞങ്ങൾ ഈ മല, എല്ലാം ആരാധനയാ. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, അവിടെ ഇവിടെ ഉള്ളതൊന്നും ആരാധനയല്ല. സത്യനമസ്കാരികൾ സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു. ആരാധനയുടെ പൊരുൾ തിരിച്ചപ്പോൾ അവൾ പറഞ്ഞു, മഷിക വരുമ്പോൾ ആരാധന സത്യം തെളിയിക്കുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് മഷിക. അവളുടെ ദാഹം മാറി. അവളെ പാത്രം അവിടെ വെച്ചു. പട്ടണത്തിലേക്ക് ഒറ്റയോട്ടം ഓടിച്ചെന്ന് പറഞ്ഞു, നിത്യജീവൻ നൽകുന്ന മഷികയെ ഞാൻ കണ്ടെത്തി. ഹല്ലേലൂയ. നിത്യജീവന്റെ ഉറവയിലേക്ക് ഇന്ന് രാത്രി നിന്റെ കണ്ണുകളൊന്ന് പതിക്കുമെങ്കിൽ പ്രിയരെ, അവൻ നിനക്ക് തരാൻ പോകുന്നത് ഒരു താൽക്കാലിക സൗഖ്യമല്ല, ഒരു താൽക്കാലിക വഴിയല്ല, ഒരു താൽക്കാലിക വിടുതലല്ല, ഒരു നിത്യജീവനാണ്. മറ്റെന്തിനേക്കാൾ ഇന്ന് രാത്രി നിത്യജീവൻ പ്രാപിക്കാൻ കൊതിക്കുന്നവര്. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് ക്രിസ്തു കേന്ദ്രീകൃതമായ ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായം 4-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു. അതോടൊന്ന് വായിച്ചു വിട്ടു.
നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ഹല്ലേലൂയ പറയണം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ പ്രിയരെ, ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ വന്ന നിത്യജീവൻ തന്നേച്ചു പോയവൻ, അവന്റെ പേര് ജീവനായ ക്രിസ്തു. എല്ലാരും പറയുമോ? എന്റെ ജീവനായ ക്രിസ്തു അവൻ വെളിപ്പെടാൻ പോകുകയാ. അവൻ വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ, സ്തോത്രം പറയണേ, ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ ജീവന്റെ പ്രഭയിൽ പ്രത്യക്ഷപ്പെടാൻ പോകുകയാ. വിശ്വസിക്കുന്നവർക്കായി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ശുഡരബലക ശബ്ദരാധരാജ. പ്രിയരെ, മറ്റെന്തിനേക്കാൾ എനിക്കിന്ന് രാത്രിയിൽ നിത്യജീവൻ വേണം. നിത്യജീവൻ പ്രാപിച്ചിട്ട് നിത്യതയിൽ എൻ്റെ ജീവനായ ക്രിസ്തുവിൻ്റെ കൂടെ നിത്യത മുഴുവൻ വസിക്കണം എന്ന് കൊതിക്കുന്ന കരങ്ങളൊന്ന് കണ്ടു. ഓ, ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഇവിടുത്തെ താൽക്കാലികമായ ഏതെങ്കിലും ഒരു വിടുതലാകരുത്. അതിനപ്പുറത്ത് നമ്മുടെ ലക്ഷ്യം നിത്യജീവനായിരിക്കണം. ഈ 71ാമത് വാർഷിക ജനറൽ കൺവെൻഷനിൽ സഭയുടെ ഉള്ളിലെ താല്പര്യം നിത്യജീവനായിരിക്കണം, നിത്യജീവനായിരിക്കണം. ഓ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, നീ ഇവിടെ വന്ന് ക്ഷീണിച്ച ഒരു ശരീരവുമായിട്ടായിരിക്കും, ക്ഷീണിച്ച ഒരു മനസ്സുമായിട്ടായിരിക്കും, രോഗമുള്ളൊരു ശരീരവുമായിട്ടായിരിക്കും, തകർന്നൊരു ഹൃദയവുമായിട്ടായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി ഈ വചനം നിന്റെ അകത്ത് ജീവൻ പകർന്നുകൊണ്ടിരിക്കുകയാ. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ആത്മാവിലെ വെളിപ്പാട് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ചില നിർജീവത്വങ്ങളെ ദൈവം മാറ്റുകയാണ്. ചതഞ്ഞ ഓട ഒടിക്കാത്ത ദൈവം, ഇന്ന് രാത്രിയിൽ പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവം ചില ഉള്ളങ്ങളിൽ നിർജീവത്വങ്ങളെ മാറ്റി ജീവന്റെ ശക്തി. ഓ ഹല്ലേലൂയ.